ഹലോ, ഗുഡ് ഈവനിങ് എവറി വൺ. എല്ലാവർക്കും നമസ്കാരം. GRD ഈവനിങ് വൈബിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും സ്വാഗതം. അപ്പെക്സ് ഫാമിലിയുടെ ഈ ഒത്തുചേരലിന് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നും എല്ലാ ദിവസവും നടത്തി വരുന്ന GRD ഈവനിങ് വൈബ്, അപ്പെക്സ് ടോക്ക് ആൻഡ് ബിസിനസ് ടോക്ക്, ഇതാണ് നമ്മുടെ ടോപ്പിക്. എല്ലാ ദിവസവും നടത്തി വരാറുണ്ട്. നമ്മൾ ഇന്നലെ നടത്തിയിരുന്നു. ഇന്നലെ നമ്മുടെ മിനിയാന്ന് നമ്മുടെ മൈസൂർ പ്രോഗ്രാം. ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നടത്തി വരാറുള്ള ഈവനിങ് വൈബിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ലീഡേഴ്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ പരിപാടികളും നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊരു പ്രാർത്ഥനയോടുകൂടി, നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്, നല്ലൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളെല്ലാ ദിവസവും ആരംഭിക്കാറ്. ഇന്നും നമ്മളെല്ലാവരും ഒരു പ്രാർത്ഥനയോടുകൂടി, നമ്മളെല്ലാവരും ദൈവവിശ്വാസികളാണ്. ഏറ്റവും വലിയ വജ്രായുധം പ്രാർത്ഥനയാണ് എന്ന് നമ്മുടെ മാസ്റ്റർജി എപ്പോഴും ഇവിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. അതിനുശേഷം നമ്മുടെ ടോപ്പിക്കിലേക്കും നമ്മുടെ മീറ്റിംഗിലേക്കും നമുക്ക് കിടക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും നമ്മോട് കോർഡിനേറ്റ് ചെയ്തതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം ഇന്നത്തെ എന്ന് പറയുമ്പോൾ പ്രോഗ്രാം റിവ്യൂ ആണ്. നമ്മുടെ മൈസൂർ പ്രോഗ്രാം റിവ്യൂ. ഇന്നലെ നമ്മൾ ആ പ്രോഗ്രാം റിവ്യൂവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലീഡേഴ്സും നമ്മളെല്ലാവരും ഇവിടെ വന്നവരെല്ലാവരും അതിനെപ്പറ്റി എല്ലാ റിവ്യൂസും അറിയിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ലിങ്കിന് ചെറിയൊരു പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടും നമ്മുടെ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടും ഞാൻ പുറത്തായതുകൊണ്ടും എല്ലാം നമുക്കൊരു മീറ്റിംഗ് റെക്കോർഡും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ മീറ്റിങ്ങിൽ ബന്ധപ്പെടാൻ കഴിയാത്ത, അല്ലെങ്കിൽ കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ കഴിയാത്തവർ നമ്മുടെ യൂട്യൂബിലൂടെ മീറ്റിംഗ് കാണാറുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇന്ന് നമ്മുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ ആ മീറ്റിംഗ്, അതായത് നമ്മുടെ റിവ്യൂ നമുക്ക് ഇന്ന് ഇവിടെ ഒന്നുകൂടെ എല്ലാവരും അറിയിക്കണമെന്നും നമ്മുടെ പ്രോഗ്രാമിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, പ്രോഗ്രാമിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും ഒന്ന് ഇവിടെ അറിയിക്കണമെന്നും എല്ലാവരും താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീണ്ടും നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇന്നലെ പിരിഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് വീണ്ടും നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ അപ്പെക്സ് ടോക്കൺ എന്ന ബിസിനസ് അവസരത്തെക്കുറിച്ചാണ്. ഈ അവസരം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കിലൂടെ ഞാൻ വരാം, എന്നിട്ട് നമ്മുടെ മറ്റുള്ള ലീഡേഴ്സിലേക്ക് ഞാൻ കടക്കാം. അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. കുറച്ച് അവരുടെ ഇതായിട്ടുള്ള ഒപ്പീനിയൻ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ, കാരണം പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്തിട്ടുള്ള. ഓക്കെ, അപ്പൊ അവസരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ അവസരങ്ങൾ നമ്മൾ തേടി പോകാറാണ് സാധ്യത. സാധാരണ നമ്മളൊരു ജോബ് എന്ന് പറഞ്ഞൊരു അവസരമാണ്. ആ അവസരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തേടിപ്പോയി കണ്ടെത്തണം, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ സ്കിൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോബ് തേടി കണ്ടുപിടിക്കും. ജോബ് തേടി കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ അവസരം നമ്മുടെ കയ്യിലെത്തുന്നത്. ജോബ് ഒരു അവസരമാണ്. ആയിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസും നമ്മളെല്ലാ കാര്യങ്ങളും കെട്ടിപ്പടുക്കുന്നതും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇവിടെ വരുമ്പോൾ ഈ അവസരം നിങ്ങൾ തേടി പോകാതെ നിങ്ങളിലേക്ക് എത്തുകയാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഇവിടെ അപ്പെക്സ് ടോക്കൺ എന്ന അവസരം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ നിങ്ങൾ ഏതെങ്കിലും ഒരു സുഹൃത്തു മുഖേനയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുമിത്രാദികൾ മുഖേനയോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെന്നല്ല, ഞാൻ പോലും വലിയൊരു വില കാണൂല. അത് സിമ്പിളായിട്ട് നമ്മൾ കാണാറുള്ളൂ. പക്ഷെ നമ്മൾ തേടി പിടിക്കുമ്പം അതിന് വലിയൊരു പ്രസക്തി ഉണ്ടായിരിക്കും. നമ്മൾ തേടി പിടിച്ചൊരു ജോലി കണ്ടെത്തുകയാണ്. നമ്മളിപ്പോൾ സൗദി അറേബ്യയിലേക്കോ വല്ല ബഹ്റൈനിലേക്കോ വല്ല GCC കൺട്രി, ഏത് യൂറോപ്പ് കൺട്രി ആവട്ടെ, നമ്മളൊരു ജോലി സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറം ലോകങ്ങളിലേക്ക് പോയി
നമ്മൾ അവിടെ തേടി അലിഞ്ഞ് ഒരു ജോലിയൊക്കെ കണ്ടെത്തി അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് 10 രൂപ സമ്പാദിക്കണം. ആ കണ്ടെത്തുന്നതിന് നമ്മുടെ മനസ്സിൽ ഭയങ്കര സ്ഥാനമായിരിക്കും. കാരണം എന്താ, നമ്മൾ ആ അവസരം തേടി അലിഞ്ഞ് കണ്ടെത്തിയതാണ്. ഒരുപാട് തേടി അലഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ കഷ്ടപ്പാടുകൾ നമുക്കറിയാം. എങ്ങനെ നമുക്ക് കിട്ടിയ നിധിയായിരിക്കും ആ അവസരം എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കും. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കൂല, നിങ്ങൾ എന്നല്ല ഞാൻ പോലും മനസ്സിലാക്കൂല ഇത് അവസരമാണെന്നുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത അതാണ്. കാരണം നമ്മളിലേക്ക് എത്തിപ്പെട്ടതാണിത്. നമ്മളായിട്ട് എത്തിപ്പിടിച്ചതായിരിക്കില്ല. നമ്മളിലേക്ക് ആരെങ്കിലും സുഹൃത്ത് മുഖേനയോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ മുഖേനയോ നമ്മളിലേക്ക് എത്തിപ്പെട്ട ഒരു അവസരമാണ്. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ആയിരിക്കാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു അവസരമാണെന്നുള്ളത്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യും, നെവർ മൈൻഡ് ആക്കിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ അത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് അല്ലെങ്കിൽ കുറെ കഴിയുമ്പോഴായിരിക്കും അതൊരു അവസരമായിരുന്നു എന്ന് പറയാം. പക്ഷെ ഈ അവസരത്തെ മനസ്സിലാക്കിയിട്ട് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ച് ഈ അവസരത്തെ മുന്നോട്ടുള്ള ജൈത്രയാത്രയിൽ നിങ്ങളുടെ പ്രയാണത്തിലേക്ക് കൂട്ടുകൂട്ടിയാൽ നിങ്ങൾക്ക് നാളത്തെ നല്ലൊരു നാളേക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയാ ഒരു മുതൽക്കൂട്ടായി മാറും അപെക്സ് ടോക്കൺ എന്നുള്ളത്. പിന്നെ ഇനി ഞാൻ പറയാം, അവസരത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ റിവ്യൂസ്, അതായത് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു എന്താ പറയാ മനസ്സിന് സന്തോഷമുള്ളൊരു, കാരണം ഞാൻ എന്താ പറയാ ഇപ്പോൾ എല്ലാ നെറ്റ്വർക്കും ഒരുവിധം കമ്പനികളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യുമ്പം ഇപ്പം നമ്മൾ ഒരുപാട് ലീഡേഴ്സിനെ കാണാറുണ്ട്. പല ലീഡേഴ്സും ഉണ്ടായിരിക്കും ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ടിട്ട്. നമ്മൾ തന്നെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് വരുമ്പോൾ ഭയങ്കര ഹെഡ് വെയിറ്റ് ഒക്കെ തോന്നുന്ന ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ടെങ്കിലും നമ്മുടെ സിയോനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അത് ആറി തണുത്തു പോയ ഒരു കാലഘട്ടം ഇന്ന് 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നത്. കാരണം ഇതിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഇത്ര ഹമ്പിൾ ആണോ സിമ്പിൾ ആണോ നിങ്ങൾ സിയോ എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. ഹമ്പിൾ ആൻഡ് സിമ്പിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട്. കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ നടപ്പും അവിടെ വന്നവരെല്ലാവരും നമുക്ക് അതാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മളെ സിഇഒ വന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്താ, നമുക്ക് ആ സിഇഒനെ കണ്ടപ്പോൾ നമുക്ക് സിഇഒ ആയിട്ട് തോന്നില്ല, നമ്മളിൽ ഒരുവനായിട്ട് നമുക്ക് തോന്നിയത്. നമ്മളിൽ ലീഡേഴ്സിൽ ഒരുവൻ എന്നുള്ളത്. ഇപ്പൊ ഇന്നലൊക്കെ നമ്മുടെ ലീഡേഴ്സ് ഇവിടെ പറഞ്ഞത് ആലോചിക്കുമ്പോൾ ഓരോരുത്തർക്ക് എന്താ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സ്വന്തം മകനെ പോലെ തോന്നിയ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ അത്രയും വളരെ ഹമ്പിളും സിമ്പിളാണ്. പിന്നാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി കമ്പനിയെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനി പ്രതീക്ഷിച്ചത് 100 പേരെയാണെങ്കിൽ അവിടെ നിറഞ്ഞു കവിഞ്ഞത് ഏകദേശം 900 പേരോളം ഉണ്ടായി. എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ 1000 പേര് തന്നെ ഉണ്ടായിരിക്കാം, അല്ലാതെ കൊച്ചു കുട്ടികളും എല്ലാവരും അടക്കം. ഒരാളെ പോലും അക്കോമഡേറ്റ് ചെയ്യാതെ നാട്ടിലേക്ക് തിരിച്ചയക്കേണ്ട അവസ്ഥ കമ്പനിക്ക് ഉണ്ടായിട്ടില്ല. വന്നവരെല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്തു. ഒരാളെ പോലും തിരിച്ചയക്കേണ്ടി വന്നില്ല. അവർക്കെല്ലാവർക്കും ഫുഡും എല്ലാ ഫെസിലിറ്റീസും നൽകി വളരെ എന്താ പറയുക ഒരു ആതിഥ്യ മര്യാദ കാണിച്ച കമ്പനി. എൻ്റെ ലൈഫിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയി. കാരണം ഒരാൾ വന്നിട്ട് പോലും ഒരാളോട് നിങ്ങളുടെ ID നമ്പർ ഏതാണോ, നിങ്ങൾ ഏതിലാണോ, ഏത് ടീമിലാണ് ഒന്നും പോലും ചോദിക്കാതെ വന്നവർ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ലീഡേഴ്സ് തമ്മിൽ നമ്മളെ ടീമാണെന്നോ അല്ലെങ്കിൽ ഇന്ന ആളാണ് അറിഞ്ഞവർ കെട്ടിപ്പിടിക്കുക, സന്തോഷിക്കുക, ഇന്ന ആളാണ്. ഇപ്പൊ റഷീദ് അലി മാസ്റ്റർ ആവട്ടെ, എന്നാവട്ടെ, നമ്മളൊക്കെ ഇതിൽ വരുമ്പം മറ്റുള്ളവർ അറിഞ്ഞവരൊക്കെ വന്ന് നമ്മളെ ആ ഒരു എന്താ പറയാ ഒരു ആദരവ് കാണിക്കുക എന്ന് പറയുമ്പം മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. ഇത് ഈ കമ്പനിയിലും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിലും കിട്ടുന്ന വലിയൊരു അനുഭൂതിയാണ്. സത്യം പറഞ്ഞാൽ ക്യാഷോ അല്ലെങ്കിൽ സമ്പാദ്യം എന്നല്ല, ഇത് ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത്, ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് വലിയൊരു അനുഭൂതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലർക്കുണ്ട് അധികാരം. ഇപ്പം നമുക്ക് ഒരു മന്ത്രിയെ സംബന്ധിച്ച് അധികാരം എന്നുള്ളൊരു അനുഭൂതിയായി മാറും. അതേപോലെ ഒരു അനുഭൂതിയാണ് കൂട്ടുകെട്ട് എന്ന് പറയുന്നത്, സുഹൃത്ത് ബന്ധം. ഈ ഒരു സുഹൃത്തിൽ നിന്ന് മറ്റൊരു സുഹൃത്തിലേക്ക് ഈ ബന്ധങ്ങളുടെ ഒരു കൂട്ടുകെട്ട്, അതൊരു വലിയൊരു അനുഭൂതിയായിട്ടാണ് അനുഭവപ്പെട്ടുള്ളത്. കാരണം വന്നവരെല്ലാവരും നമ്മൾ അറിയുന്നവര് നമുക്ക് ഇങ്ങോട്ട് ഷെയ്ക്കൻഡ് തരുന്നത്, നമുക്ക് കെട്ടിപ്പിടിക്കുന്നത്, വന്നപാട് ഇന്ന ആളാണെന്ന് പറയുമ്പോൾ അതിനൊരു ഒരു അഹന്ത അല്ലെ ഒരു ഒന്നുമില്ലാതെ. ഇപ്പോൾ നമ്മുടെ നാസർ സാറാവട്ടെ, ഗ്രേറ്റ് ലീഡറാണ് അദ്ദേഹം, നമ്മളെക്കാളൊക്കെ ഒരുപാട് മേലാണ്. പക്ഷെ എന്നാലും നമ്മളിലേക്ക് വന്നിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം എന്താ പറയുക സന്തോഷം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വലിയൊരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ
പിന്നെ ഒരുപാട് കമ്പനികളിലേക്ക് ഇപ്പൊ ഞാൻ മറ്റുള്ള കമ്പനികളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കമ്പനികൾ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിലും കമ്പനികൾ അത് നിറവേറ്റാതെ പോകാറാണ് സാധ്യത. കമ്പനികൾ ഓഫർ ചെയ്യാറുണ്ടായിരിക്കാം, പക്ഷേ കമ്പനികൾ നിറവേറ്റാൻ കഴിയാതെ ചിലപ്പോൾ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടായിരിക്കാം ചിലപ്പം ഇന്റർനാഷണൽ ട്രിപ്സ് കാര്യങ്ങളൊക്കെ അക്കോമഡേറ്റ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാറ്. പക്ഷെ ഇവിടെ കമ്പനി തന്നെ, എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കമ്പനി തന്നെ അതിന് എഫേർട്ട് എടുത്ത് നമ്മൾ തായ്ലാൻഡ് പോയി കൊണ്ടുവന്നു. അതേപോലെ ഇനി നെക്സ്റ്റ് വണ് മലേഷ്യയിലേക്ക് പറക്കാൻ പോവാണ് എല്ലാവരും. ഏകദേശം അബവ് 100% മലേഷ്യയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ഇതും കമ്പനിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് കേട്ടോ. ഇനി വരുന്നത് ഗോവയിലെ ട്രിപ്പിലേക്ക്, ഗോവ ട്രിപ്പ് അച്ചീവ്മെന്റ്സിലേക്ക് കമ്പനി നീളുന്നു. അതേപോലെ തന്നെ സിലോൺ ട്രിപ്പിലേക്ക്, ശ്രീലങ്ക ട്രിപ്പിലേക്ക് കമ്പനി നീട്ടിവെക്കുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസുകൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിലേക്ക്. അപ്പൊ നമുക്ക് ഇതൊരു അവസരമാണ്, നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മുതൽക്കൂട്ടാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ലീഡേഴ്സുകൾ മറ്റുള്ള നെറ്റ്വർക്കിൽ വർക്ക് ചെയ്ത് ഇരിക്കുന്നവര് ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഇതിലേക്ക് എന്താ പറയാ, ഇതിനൊരു വെള്ളച്ചാട്ടം പോലെ കൂലം കുത്തി ഒഴുകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, ഞാനൊരു ഇൻട്രൊഡക്ഷനിലൂടെ അങ്ങോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റുള്ള ലീഡേഴ്സ് ഇവിടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് എല്ലാവരെയും നമ്മളിവിടെ പരിഗണിക്കുന്നതാണ്. ആർക്കും നമ്മുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ഏതൊരു വ്യക്തികൾക്കും ഇവിടെ ഒരു ഹാൻഡ് റൈസിലൂടെ 2 വാക്ക് നമ്മുടെ കമ്പനിയെ പറ്റി പറയാം, നമ്മുടെ കമ്പനി തന്ന നമുക്കുള്ള ആ അനുഭൂതിയെ പറ്റി പറയാം, നമുക്ക് കിട്ടിയ ആ സന്തോഷത്തെ പറ്റി പറയാം. എല്ലാത്തിലുപരി ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഞാനിവിടെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ കമ്പനിയോട്. എന്നെ ഒരു 4 മാസം കൊണ്ട് 4 മാസം കൊണ്ട് എനിക്ക് ഇത്രയും പരിഗണന തന്ന കമ്പനി എൻ്റെ ജീവിതത്തിൽ വേറെ ഇല്ല. എന്നെ ഇത്രയും പരിഗണിച്ച് എനിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കാണാം, എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു അവാർഡ് തന്ന് എന്നെ ആ സ്റ്റേജിൽ അനുമോദിച്ച ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ അപെക്സ് ടോക്കൺ മാത്രമാണ്. കാരണം ഞാൻ അർഹതപ്പെട്ടതാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. എന്നാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയധികം ഒരു 4 മാസം കൊണ്ട് ഞാൻ എൻ്റെ എഫേർട്ട് എടുത്ത് ഞാൻ എൻ്റെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ വരുമാനം, ആ വരുമാനത്തെ ഞാൻ ഇഷ്ടപ്പെട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തപ്പോൾ എനിക്ക് കമ്പനി എന്നെ പരിഗണിച്ചുകൊണ്ട് എനിക്ക് തന്ന ഈ അവാർഡ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണ്. ഇതെന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. താങ്ക് യു അപ്പക്സ്, താങ്ക് യു ലീഡേഴ്സിന്റെ കരുത്തുറ്റ എൻ്റെ ടീം വർക്കിന്റെ, എൻ്റെ ലീഡേഴ്സിന്റെ ഏറ്റവും വലിയ പിൻബലമാണ് എനിക്ക് കിട്ടിയ ഈ അവാർഡ്. അപ്പോൾ നമുക്കിവിടെ എല്ലാവരിലേക്കും നമുക്ക് പരിഗണിക്കാം. എല്ലാവരും നമ്മോട് സഹകരിക്കണം. എല്ലാവരും റൈസ് ഹാൻഡോടുകൂടി ഇന്ന് നമ്മളിലേക്ക് 2 വാക്കെങ്കിലും നമ്മളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, ഈ 2 ദിവസത്തെ മൈസൂർ പ്രോഗ്രാമിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കാം. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ഗുരുജിയായിട്ടുള്ള റഷീദ് അലി മാസ്റ്റർക്ക് 2 വാക്ക് പറയാനുണ്ടായിരിക്കാം. എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. താങ്ക് യു. അപ്പൊ റഷീദ് അലി മാസ്റ്റർ, ഞാൻ പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ. താങ്ക് യു സോ മച്ച്. കമോൺ. കേൾക്കാമോ സാറേ? ക്ലിയർ ആണ്. ഗുഡ് ഈവനിങ് ഓൾ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ? ഓൾറെഡി സാറ് പരിചയപ്പെടുത്തി. റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി, അങ്ങനെ തന്നെ അറിയപ്പെടാറ്. നമ്മുടെ ഇന്നത്തെ ഈ ദിവസം നമ്മുടെ രാജ്യം 75ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഒരു ഹിസ്റ്ററി അധ്യാപകനായതുകൊണ്ട് തന്നെ എനിക്കത് പറയാതെ ഒരിക്കലും എൻ്റെ ടോപ്പിക്കിലേക്ക് വരാൻ കഴിയില്ല. ഓൾറെഡി ഞാൻ ഹിസ്റ്ററി അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഇന്ന് 75ാമത് റിപ്പബ്ലിക് ദിനം ആചരിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യം 1947 ആഗസ്റ്റ് 15-ന് നമ്മുടെ രാജ്യം സ്വതന്ത്രമായെങ്കിലും 1950 ജനുവരി 26-നാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ജനാധിപത്യ ഭരണത്തിലേക്ക് ഇന്ത്യ മാറിയത്. അതായത് 1950 ജനുവരി 26-നാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വന്ന് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനമായത്. അങ്ങനെ റിപ്പബ്ലിക് ദിനമായപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിക്കൊണ്ട് തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അവിടെ അവരോധിക്കപ്പെട്ടു എന്നതും നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നതിന്റെ
ഓർമ്മക്കായാണ് ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനമായി ആചരിച്ചു വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യം പറയാതെ നമുക്ക് നിർവാഹമില്ല. അത്രയും വലിയ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഒരു ദിവസമാണ് നമുക്ക്. പക്ഷെ നമ്മൾ അതിന് വില കൽപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ സ്വയം ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഇന്നലെ മിനിയാന്നും ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ഒരു പാഷനേറ്റ് ആയിരിക്കണം. നമുക്കൊരു പാഷൻ വേണം. എന്തായിരിക്കണം നമ്മളെ പാഷൻ? നമുക്ക് പണം കൊണ്ട് തരുന്നതായിരിക്കണം നമ്മളെ പാഷൻ. ഈ പണം കൊണ്ട് തരാത്ത പാഷനാണ് പക്ഷെ സൗണ്ട് ഇല്ല, സൗണ്ട് പോയി. വെയിറ്റ് ചെയ്യാ മാഷ്. സോറി. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ലോകത്ത്, നമ്മുടെ രാജ്യത്ത്, ലോകത്ത് സക്സസ് ആയ പല വ്യക്തികളുണ്ട്. നമുക്കതിപ്പം നമ്മൾ പറയും മൈക്രോസോഫ്റ്റിന്റെ ഒരു ആള് ബിൽ ഗേറ്റ്സ്. കേൾക്കുന്നില്ലേ? ലാഗിങ് ഉണ്ടോ? ചെറിയൊരു ബ്രേക്കിംഗ് വരുന്നുണ്ട്. നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. വോയിസ് ലാഗിങ് ഉണ്ടോ? വോയിസ് ബ്രേക്കിംഗ് വരുന്നുണ്ട്. നിങ്ങളുടെ വോയിസ് ബ്രേക്കിംഗ് വരുന്നുണ്ട്. ചെറിയൊരു നെറ്റ് പ്രോബ്ലം ഉണ്ട് നിങ്ങൾക്ക്. കേൾക്കാമോ? ഹലോ ഹലോ മാഷെ, നിങ്ങളുടെ വോയിസിന് ചെറിയൊരു ബ്രേക്കിംഗ് വരുന്നുണ്ട്. ഒന്ന് ലെഫ്റ്റ് ആയി കയറിക്കോളൂ. ഹലോ. മാഷ് സിഗ്നൽ പ്രോബ്ലം കൊണ്ടാണ്. നമുക്ക് നോക്കാം. മാഷ് വരുന്നു വിചാരിക്കുന്നത്. മാഷ് വരുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത ലീഡേഴ്സ് ഇവിടെ വെയിറ്റിംഗിലാണ്. നോക്കാം നമുക്ക്. മറ്റുള്ളവര് ഇപ്പോൾ നമ്മോട് സംസാരിക്കാൻ താല്പര്യമുള്ളവർ ക്യാമറ ഓൺ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ. നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ട് സംസാരിക്കുമ്പം വളരെ മനസ്സിനൊരു ആനന്ദം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ രാജേഷ് സാറ് ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ ജിനു സാറുണ്ട്, ജോൺ തോമസ് സാറുണ്ട്, സുബൈർ സാർ പിന്നെ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്, സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതേപോലെ ഇപ്പോൾ വേറൊരു മാഡം, വിജി മാഡം വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർ വന്ന്, രാമകൃഷ്ണൻ സാറുണ്ട്. അങ്ങനെ ഓരോരുത്തരും വന്ന് കണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കും. അപ്പോൾ മാഷ എത്തിയിട്ടുണ്ട്. മാഷ കണ്ടിന്യൂ. എന്താണ് നെറ്റ്വർക്കിൽ എന്തോ പ്രോബ്ലംസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടത് ലോകത്ത് പല വ്യക്തികളും വിജയിച്ചപ്പോഴേ അവർക്ക് എന്തുണ്ടായിരുന്നു, അവരൊക്കെ ഒരു പാഷനേറ്റ് ആയിരുന്നു. മാത്രമല്ല ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റും എന്താണ് എന്ന് നമുക്ക് ഇൻട്രസ്റ്റ് എന്തിനാണ്, നമ്മള് ക്യൂരിയോസിറ്റി എന്തിനാണ് നമ്മൾ നോക്കുക. അപ്പം ബിൽഗേറ്റ്സിനൊക്കെ നമ്മൾ നോക്കുക. വിജയിച്ച ആളുകളിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട്. നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. വിജയിച്ച പല ആളുകളും അവരൊന്നും വെറുതെ അങ്ങ് വിജയിച്ചവരല്ല. അവരൊക്കെ വിജയിച്ചതിന്റെ സൗണ്ട് പോയി. മാഷെ, നിങ്ങളെ നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. മാഷെ, സൗണ്ട് ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. ഹലോ മാഷെ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. മാഷെ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു എക്സ്പീരിയൻസിലേക്ക് മാഷ ടോക്ക് ചെറുതായിട്ടൊന്ന് ലാഗ് ആവുന്നുള്ളതുകൊണ്ട്, നമുക്ക് സമയം നഷ്ടപ്പെടുത്താനില്ലാത്തത് കൊണ്ടും, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ജിനുസാറുണ്ട് ഇവിടെ. അപ്പോൾ ജിനുസാറിലേക്ക് 2 വാക്ക് നമ്മുടെ കമ്പനിയെ പറ്റി, പിന്നെ നമ്മുടെ ജിനുസാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ ജിനുസാർ എന്ന് പറയുന്നത്, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന് അവസരം കൊടുത്തപ്പോൾ, ഈ അവസരം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ
തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഇപ്പോൾ ഇന്നേക്ക് ഏകദേശം ഈ 1.5 മാസത്തോളമായിട്ട് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ്. അതേപോലെ തന്നെ യാതൊരു സങ്കോചമില്ലാതെ ഈ ബിസിനസ് ഏറ്റെടുത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടീമിനെ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനത് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ തന്നെ നമ്മുടെ മൈസൂർ മീറ്റിങ്ങിലേക്ക് നമ്മുടെ ജിൻസാറ് നമ്മുടെ വളരെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്ന് അറ്റൻഡ് ചെയ്ത് നല്ലൊരു ടീമിനെ ബിൽഡപ്പ് ആയിക്കൊണ്ട് ഇപ്പൊ ട്രിവാൻഡ്രത്ത് നല്ലൊരു ടീം ബിൽഡപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും എല്ലാ ടീമിനെയും വളരെ മോൾഡായിട്ട് വളരെ സ്നേഹപൂർവ്വം വളരെ സന്തോഷപൂർവ്വം കെട്ടിപ്പടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ ജിനു സാറ് ഫ്രം വടകര. അദ്ദേഹത്തിന് 2 വാക്ക് ഇന്നലത്തെ പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. തൽക്കാലം മാഷ ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് ജിനു സാറിലേക്ക് പോവാം. മാഷ് വന്നിട്ടുണ്ട്. മാഷ് ഒരു 5 മിനിറ്റ് നമുക്ക് ജിനു സാറിന്റെ 2 വാക്കിലേക്ക് പോകാം, എന്നിട്ട് വരാം. ഓക്കെ ജിനു സാർ, കണ്ടിന്യൂ. കേൾക്കാവോ? കേൾക്കാം. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിരിക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷെ അപെക്സ് എന്ന് പറയുന്ന നമ്മളിപ്പോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതൊരു കൺസെപ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ അതിനെ പൊക്കി പറയുന്ന ഒരു സ്വഭാവം സ്വാഭാവികമായിട്ട് ഉള്ളത് തന്നെയാണ്. ഞാൻ ചെയ്യുന്നത് വലുതും മറ്റുള്ളത് മോശം എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡിൽ സെറ്റാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ അപെക്സിനോട് നമുക്ക് ഇന്നലെ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാൻ മൈസൂരിൽ വെച്ച് കാണാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, സ്വാഭാവികമായിട്ടും നമ്മളൊരു ഇതുപോലെ അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു അറിയാതെ ഇവിടുന്ന് ഒരു ഈഗോ എല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ആ തിരക്കില്ലാത്തൊരു വിചാരം ഉണ്ടാവും. പക്ഷെ ഒരുപാട് കോടീശ്വരന്മാരെ കാണാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു മിനിഞ്ഞാന്ന്. അപ്പൊ ആ മൈസൂരിൽ വെച്ച് ഇവരൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ നമ്മൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയും അവര് നമ്മളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. ഒരു വലിയ വലിയ ലീഡേഴ്സ്. കാരണം അവർക്കെല്ലാം കിട്ടിയ 1.5 വർഷം കൊണ്ട് അവർ സമ്പാദിച്ച ഓരോ ഇൻകങ്ങൾ അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണു തള്ളിപ്പോയി. എന്നിട്ട് നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അവർ ഏത് ടീമെന്നോ ഏത് ഗ്രൂപ്പെന്നോ ഇതൊന്നുമില്ല. എന്നിട്ട് ലാസ്റ്റ് സാറിന്റെ ടീം ഏതായിരുന്നു, ഇതാണ് ചോദ്യം. അതേ സ്ഥാനത്ത് പിന്നെ എന്റെ ടീമാണ്. അപ്പൊ അവർ കാണിക്കുന്ന സ്നേഹം, അവിടെ നടന്ന പരിപാടി, ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ 500 പേരുടെ പരിപാടിയാണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറിയാലോ, നമ്മൾ മറ്റൊരു സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 500 പേർക്കുള്ള സദസ്സിൽ 1000 പേര് വന്നാൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാം. ഒന്നാമത് നമ്മുടെ നാടല്ല, മറ്റൊരു സ്ഥലമാണ്. അപ്പൊ അക്കോമഡേഷൻ നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ആൾക്കാർക്കുള്ള അക്കോമഡേഷൻ, അതോടൊപ്പം തന്നെ നമുക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ആവുന്നത്, ഞാനെല്ലാം കഴിച്ച ഭക്ഷണത്തിനൊന്നും കണക്കില്ല. കാരണം ഞാൻ 2 ദിവസം കഴിക്കേണ്ട ഭക്ഷണം 1 ദിവസം കഴിച്ചത് ഉള്ളത് പറയാലോ. കാരണം ടേസ്റ്റിന്റെ കൊണ്ടും അതേപോലെ തന്നെ മിഷ്ടാണം കഴിക്കാം. നമുക്ക് ആരും വിളമ്പിത്തരുന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ എടുത്ത് കഴിക്കാം. പിന്നെ ഫ്രൂട്ട്സ് ഒരു ഭാഗത്ത്, വെജിറ്റബിൾ ആയിട്ട് വേറെ പല സാധനങ്ങളും, അതുപോലെ തന്നെ മറ്റൊരു ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ളത് തലേദിവസം രാത്രി ആയിരുന്നാലും പിറ്റേ ദിവസം ആയാലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും ഒരു ഏതൊരു കമ്പനി ആയാലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മളോട് ഏത് ടീമിലതാണ്, നിങ്ങളെ പേരെന്താണ് എന്നെല്ലാം പറഞ്ഞ ഒരു അഡ്രസ് ഒക്കെ എഴുതി വെക്കുന്ന സ്വാഭാവികം നമ്മൾ എവിടെയും കാണാറുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. നമ്മൾ ചെല്ലാൻ നേരെ കയറിപ്പോയി ഇരുന്നുള്ള സീറ്റില്. വേറെ നിങ്ങൾ എവിടെ നിന്ന് വന്ന ആളാണോ, ടീമിലുള്ളതാണോ, ഇതിന്റെ കൂടെ ഉള്ള ആളാണോ, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ടോക്കൻ ഉണ്ട്, ഇതൊരു ചോദ്യമില്ല. നമുക്കുള്ളത് കഴിക്കാൻ എടുക്കാം, ഒന്നും ഒരു വിഷയമില്ലാത്ത ഒരവസ്ഥ. ഇത്രയും കാര്യങ്ങളാണ് ഒന്നത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മളെ സിഇഒ. പറയാൻ വാക്കുകളില്ലത്. കാരണം സിഇഒ എന്ന് പറഞ്ഞാല്, ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞ കാര്യമാണ്, എന്നാലും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കാരണം എന്ന് പറഞ്ഞാല്, എന്റെ മകൻ ഇപ്പോൾ അയർലൻഡിൽ പിന്നെ ആണ് ഉള്ളത്. അവിടെ പഠിക്കുകയും ജോലിയായിട്ട് അവരങ്ങനെ അയർലൻഡിലാണ്. എങ്കിലും ഞാൻ ശരിക്കും കണ്ടത് എന്റെ മകനെയാണ് ആ സ്റ്റേജിൽ കണ്ടത്. കാരണം മൂപ്പരുടെ ആ ഒരു നിഷ്കളങ്കത. ഞാനെല്ലാം കുറച്ച് ജാടയുള്ള ടൈപ്പാണ്, ഉള്ള പറയാലോ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ എന്റെ സിഇഒ എന്ന് പറഞ്ഞാല്, ഈ അഭിജിത് മാണി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള, കാരണം ഇത്രയും ജനങ്ങൾ ആ മൂപ്പർക്ക് അഭിമുഖീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഫേസ് ചെയ്യേ അവർക്കൊരു നാണക്കേട് പോലെ. അത്രയും നല്ലൊരു സിഇഒ. സംസാരിക്കാൻ തന്നെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് പക്വത കൊണ്ട് പിന്നെ ഒരു സിംപിൾസിറ്റി കാണിക്കുന്ന നമ്മള് അവര്. അപ്പൊ അത്രയും നല്ലൊരു സിഇഒനെ നമുക്ക് കിട്ടിയ മഹാഭാഗ്യം. പിന്നെ അവർ പറയുന്നത് ഒരുപാട് ആർഭാടമായിട്ടൊന്നും നമ്മളെ ഭാവിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രം. അതിന് നമ്മളൊരു കമ്പനി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനൊരുപാട് വൈഡായിട്ടുള്ള ഒരുപാട് ആവേശകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇതൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് സാറ് ലോഞ്ച് ചെയ്തു. അങ്ങനെ എന്ത് നോക്കിയാലും ഇവിടെ ഒരു ജാടയില്ലാത്ത ഒരു സംഭവമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. എല്ലാവരിലും നല്ല നിഷ്കളങ്കത, നല്ല സ്നേഹം,
മാത്രമല്ല പ്രോഗ്രാം 12:30 ആകുമ്പോഴേക്ക് കഴിഞ്ഞു. 2:30 മണിക്കാണ് ഞങ്ങൾ ആ ഹോളിൽ വിട്ടത്. അല്ലേ സാറേ? സാറേ അറിയാലോ, അത്രയും സമയം നമ്മൾ അവിടെ ഇരുന്നിട്ട് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ആൾക്കാർ കുറെ പോയിട്ടുണ്ട്, കുറെ ആൾക്കാർ ഇരുന്നിടത്ത് തന്നെ, ആർക്കും പോകാനൊന്നൊരു താല്പര്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ മോട്ടിവേഷൻ ക്ലാസ് അത് അതിലേറെ അപ്പുറത്താണ്. കാരണം എന്ന് പറഞ്ഞാല് തലേ ദിവസവും പിറ്റേ ദിവസവും നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ നമുക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാല് ചാർജ് ആവും എന്നൊക്കെ പറയാറുണ്ട്. ഈ ചാർജിന് ഇന്ന് ഞാൻ ചെയ്ത വർക്കുകളും കൂടി കേട്ടപ്പോൾ നിങ്ങൾക്ക് ഞെട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ശ്രീലങ്ക നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപയാണ് ശ്രീലങ്ക പോകണമെങ്കിൽ വേണ്ട അച്ചീവ്മെന്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇനി ഏകദേശം ഇന്ന് 3 പേരെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പേരെ 5 ലക്ഷത്തിന്റെ 3 പേരെ ഇന്ന് നേരം വെളുത്തരെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. അവരൊക്കെ ഓക്കെ ആയിരിക്കും. ഇതുപോലെ ആ ചാർജ് എന്ന് പറയുന്നത് അതെ പവർ നമുക്ക് കിടക്കാൻ തോന്നില്ല. ഇപ്പൊ നല്ലൊരു എന്താ പറയുക ആവേശം. ഏകദേശം ഞാൻ വേറൊരു കമ്പനിയായിട്ട് ചെയ്തുകൊണ്ട് ഒരു വർഷക്കാലമായിട്ട് വളരെ എന്താ പറയുക മെന്റലി പ്രശ്നത്തിലായിരുന്നു എനിക്ക്. കാരണം ഒരു ചിരിക്കാൻ പറ്റാത്ത ഒരു മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. മാനസികമായിട്ട് ചിരിക്കാൻ തുടങ്ങിയ ശരിക്കും പറഞ്ഞാൽ മിനിഞ്ഞാന്ന്, അതായത് മൈസൂരിൽ പ്രോഗ്രാമിന് പോയതിനു ശേഷം അവിടെ ഇങ്ങോട്ട് ഇപ്പൊ നിങ്ങളെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന ഞാൻ ഒരുപാട് ഹാപ്പിനെസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ ഒന്ന് എന്തെങ്കിലും ആക്കി കഴിഞ്ഞാൽ എൻ്റെ കൂടെ വന്നവർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാലും അവർക്ക് എന്തെങ്കിലും രീതിയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിലും എൻ്റെ കയ്യിൽ പൈസ വേണം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പൈസ ഉണ്ടാക്കേണ്ട വഴി കഴിഞ്ഞ തോർത്ത് ഞാൻ കാത്തിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെ എത്താനാവില്ല. എൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം പിന്നെ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ തന്നെ എൻ്റെ വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഈ ഒരു വർഷക്കാലമായിട്ട് ഞാൻ ഒന്നും ചെയ്യാതെ പല കേസും കാര്യമായിട്ട് അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്തോ ഈ നജാബ് സാറും ഞാനൊക്കെ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് കാലമായിട്ട് നമ്മളെ മറ്റൊരു കമ്പനിയുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ നജാബ് സാറ് തലേ ദിവസം സൗദിയിൽ നിന്ന് വന്നു. നേരിട്ട് കാണുന്നത് ഞങ്ങൾ തൃശ്ശൂരിൽ വെച്ചിട്ടാണ്. നജാബ് സാർ ഞാനായിട്ട് പിന്നെ തിരിച്ചു പോകുന്നത് കോഴിക്കോട് വരെ ഞാൻ ഒരുമിച്ചായിരുന്നു. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ എൻ്റെ ID മൂപ്പര് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ജൈത്ര യാത്ര തന്നെയാണ്. എനിക്ക് നല്ല ടീമുകൾ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കാലത്ത് രാത്രി ഞാൻ 12:30 വീട്ടിലെത്തുമ്പോൾ പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് നമ്മുടെ കാസർഗോഡിൽ ഒരു ടീമിനെ സെറ്റ് ചെയ്തു. നജാബ് സാറിനെ വിളിച്ചു, ഇപ്പം തന്നെ വരണം, ഒരു ഒഴിവഴിയും പറയരുത്, ഇപ്പം തന്നെ പുറപ്പെടണമെന്ന് പറഞ്ഞു. ആ പോക്ക് നേരെ ഞങ്ങൾ കാസർഗോഡേക്ക് പോയി. കാസർഗോഡ് പോയി അവിടുന്ന് 2 പേരുടെ ID അടിച്ച് വന്നു. പിന്നെ അവർ ആ ഭാഗം എനിക്ക് നേരം വരെ ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അവർ നല്ല രാധാ മേഡം എന്ന് പറഞ്ഞാൽ ഉണ്ണി സാർ എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ല ടീമാണ്. അവര് നല്ലൊരു ടീമുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് തന്നെ പത്തനംതിട്ട, തൃശ്ശൂർ, പിന്നെ അതേപോലെ തന്നെ പിന്നെ എന്താ പറയാ ബാലുശ്ശേരി, തിരുവനന്തപുരം, ഇതൊക്കെ എനിക്ക് നല്ല ടീമുകൾ ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോ നിർഭാഗ്യം എന്ന് പറയാം, നമുക്ക് ഒരു എന്താ പറയാ എല്ലാം കൊണ്ടും നല്ലൊരു എനർജി എന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണമെന്നുണ്ട്. ഇതുപോലുള്ള ഫംഗ്ഷനുകളിൽ നമ്മൾ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഈ എനർജി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഗോവ ഈ വരാൻ പോകുന്നത് ഗോവയാണ്. ഈ ഗോവ പ്രോഗ്രാമിന് ഇവിടെ പങ്കെടുക്കാത്ത എല്ലാ വ്യക്തികളും അവിടെ പങ്കെടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. അതിലും പങ്കെടുക്കണം. അതേപോലെ ശ്രീലങ്കൻ പ്രോഗ്രാമിനും നമുക്ക് നമ്മുടെ ടീം എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. പരമാവധി ശ്രമിക്കുക എല്ലാവരും. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള ഒരുപാട് ലീഡേഴ്സ് സംസാരിക്കാനുള്ളത് കൊണ്ട് ഒരുപാട് വാക്ക് ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇനിയും വരാം. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു സോ മച്ച് അവർ ഗ്രേറ്റ് ലീഡർ ജിനു സാർ ഫ്രം വടകര. നമ്മുടെ ഒരു തുറുപ്പ് ചീട്ടാണ്, നമ്മുടെ ടീമിലെ കരുത്തനായ ലീഡറാണ്. ഇൻഷാ അല്ലാഹ് സൂപ്പറായിട്ട് പെർഫോം ചെയ്യാനുള്ള ലീഡറും കൂടിയാണ്. താങ്ക് യു സോ മച്ച്. റഷീദ് അലി മാസ്റ്റർ തിരിച്ചെത്തില്ല എന്ന് ഇന്ന് അദ്ദേഹത്തിന് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. മാഷ് ലൈനിലെത്തില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് 2 വാക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ മുന്നിലേക്ക് വരണം. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജേഷ് സാറിന് 2 വാക്ക് സംസാരിക്കാണ്ട്. നമ്മുടെ കൊല്ലത്തെ ഒരു ഗ്രേറ്റ് ലീഡറാണ് രാജേഷ് സാറ്. നമ്മുടെ എല്ലാം ഒരു തുറുപ്പ് ചീട്ടായിട്ട് നമ്മുടെ അപ്പക്സിനെ നെഞ്ചിലേറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ചെറിയ മറ്റുള്ള കമ്പനിയുമായിട്ട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം വളരെ വണ്ടർഫുൾ ആയിട്ട് ടീമിനെ ബിൽഡപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടുകൂടി വളരെ ചാർജ് ആയിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മൈസൂർ പ്രോഗ്രാമിൽ. ഇപ്പം ജിനു സാറൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഷാജഹാൻ സാറിന്റെ ഡോക്ടർ ഷാജഹാൻ അബൂബക്കർ സാർ തന്ന മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചാർജ് ഡൗൺ ആവാതെ ഫയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാർജാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ജിനു സാറൊക്കെ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ബിസിനസ് ഒക്കെ എങ്ങനെ ആയിരുന്നത്. അപ്പൊ നമുക്ക് 2 വാക്ക് നമ്മുടെ രാജേഷ് സാറിലേക്ക് നമുക്ക് പോകാം. രാജേഷ് സാറെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. വെൽക്കം ടു ദ സ്ക്രീൻ. രാജേഷ് സാർ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ.
കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, ക്ലിയർ ആണ്. ആ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. പിന്നെ നമ്മളെ കമ്പനിയെ കുറിച്ചും നമ്മളെ MD കുറിച്ചും നമ്മളെ പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യമാണ്. നമ്മളെ കമ്പനി നമുക്ക് തന്നിട്ടുള്ള 2 ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ആദ്യമേ പറയുകയെന്ന് പറയാ, നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുവാൻ വേണ്ടി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കരുതലുകൾ നമ്മൾ ഉണ്ടാകണം. ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകണ്ടേ? ആ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കിയാൽ തന്നെയും നമുക്ക് നാളെ അത് നമ്മൾ ആ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ എന്ത് റിട്ടേൺസ് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ചെറിയ ഒരു കാൽക്കുലേഷൻ ഉണ്ടാകും. പക്ഷെ അത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മളെ കമ്പനി തന്നാക്കുന്ന ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ 5 പൈസ ഇല്ലാതെ, 5 പൈസ നമ്മുടെ കയ്യിലില്ലാതെ നമുക്ക് ഇതിൽ വർക്ക് ചെയ്ത് ഏൺ ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ കമ്പനി തന്നിട്ടുള്ള 1 ഇൻവെസ്റ്ററായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, 1 നമുക്ക് പെർഫോമറായിട്ട് വർക്ക് ചെയ്യാം. പെർഫോമർ ആവാൻ നമ്മളൊരു ഐഡിയ അടിച്ച് നമ്മൾ എന്തിനാ ജോലിക്ക് പോയാലും നമ്മളെ ഒരു എഫർട്ട് തന്നെ അതുണ്ടാവണം. ആ എഫർട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു ഐഡിയ അടിച്ച് 3-4 പേരെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന വരുമാനം, നിങ്ങൾ 5 പൈസ നിങ്ങൾക്ക് ചെലവില്ല. ഒരു ഐഡിയ അടിക്കുന്നു, നിങ്ങൾ റെഫറൽ ഇൻകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിലൂടെ നല്ല സുന്ദരമായ ഏർണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് വേണ്ട, നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ ആവാം. ഉള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചുമ്മാ കിടന്നുറങ്ങാം. നമ്മൾക്ക് കിടന്നുറങ്ങുമ്പോൾ തന്നെ നമ്മളെ പൈസ ഇങ്ങനെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അറിയുന്നില്ല, നമ്മൾ കിടന്നുറങ്ങുമ്പോഴും മണി വന്നുകൊണ്ടിരിക്കുക. എന്താ സാറേ ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ് സാർ പറയുന്നത്. കറക്റ്റ് അല്ലേ? നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മൾ ഏണിങ്സ് ഇട്ടിട്ട് ചുമ്മാ കിടന്നുറങ്ങുമ്പോഴും നമ്മൾ നേരം വെളുത്ത് നോക്കുമ്പോൾ നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് ഇതാണ് നമുക്ക് കമ്പനി തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ സാധ്യത 2 എണ്ണം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ 5 പൈസ ഇല്ലാതെ നമുക്ക് പൈസ ഉണ്ടാക്കാം. രണ്ടാമത്, പൈസ ഉള്ളവന് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ചോദിക്കാം, ഇനി ഞാൻ ചേർന്നു, ഇനി ഞാൻ എന്നെ എത്ര പേര് വേണ്ട, ചേർക്കണ്ട, നിങ്ങളിലൊട്ടിട്ട് നിങ്ങൾ മിണ്ടാകിടന്ന് ഉറങ്ങിക്കോ, നിങ്ങൾ വരുന്ന ഏണിങ്സ് നിങ്ങൾ എടുത്തോ. ഇതാണ് നമ്മുടെ കമ്പനി തന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. 2 എണ്ണം. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണം. വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, വർക്ക് ചെയ്യാൻ മനസ്സ്, എവിടെ ആയാലും നമ്മളെ വർക്ക് എഫർട്ട് അത്യാവശ്യമാണ്. ഏത് വർക്കിനും നമ്മൾ എഫർട്ട് അത്യാവശ്യമാണ്. അപ്പൊ ഇതേപോലെ ഇതിനും എഫർട്ട് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല. ചിലർ പറയുമോ ഇത് ചുമ്മാ പൈസ ഇട്ടിട്ട് ചുമ്മാ കിട്ടുന്ന പൈസയല്ലേ അതിനകത്ത്. നല്ല എഫർട്ട് എടുത്തിട്ട് നമ്മളല്ലെങ്കിൽ വേറെ ഉള്ളവര് എഫർട്ട് എടുത്തതിന്റെ ഫലമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ വന്നവരായിരിക്കും, പക്ഷെ ഇത് നമുക്ക് മുമ്പേ വന്നവർ ഇതിനകത്ത് നല്ല എഫർട്ട് എടുത്തിട്ടാണ് ഈ വരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നമ്മൾ ചിലരൊക്കെ പറയുമോ അത് വേണ്ട, എനിക്ക് പൈസ വേണ്ട, ഞാൻ പൈസ ഇട്ടാ ഇത് ചുമ്മാ കിട്ടുന്ന പൈസയല്ല, നല്ല എഫർട്ട് എടുത്ത പൈസയാ. അത് പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ. ഇതാണ് നമ്മളെ കമ്പനിയെ കുറിച്ച് 2 കാര്യം എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ സമയം കൊടുക്കുന്നു. ഇത്രയും നേരം സംസാരിക്കാൻ അവസരം ജിയാടിയിരിക്കും എന്റെ ലീഡർമാരും റഷീദ് മാർട്ടിനും നജാബ് സാറിനും എല്ലാവർക്കും നന്ദി സാർ. നമസ്കാരം സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. മാഷ് വന്നിട്ടുണ്ട്, മാഷ് എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്താണെന്നറിയില്ല, ഇത് നെറ്റ് അങ്ങനെ കട്ടായി പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ വൈഫൈ കണക്ട് ചെയ്താണ് ഇനിയിപ്പോ സംസാരിക്കുന്നത്. ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചൊന്നും ഞാൻ കേട്ടില്ല. 2 പേരെ രാജേഷ് സാറിനും ജിനു സാറിനും കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു പാഷനേറ്റ് ആവണം. എപ്പോഴും നിങ്ങളെ പർപ്പസും പാഷനേറ്റും ഒരുമിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ കഴിവ് പ്രകടമാകുക എന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയേ? നമ്മളാൽ കഴിയുന്ന സംഭാവനകൾ മറ്റുള്ളവർക്ക് നൽകലാണ് നമ്മുടെ പർപ്പസ്. അല്ലേ? അപ്പൊ നമ്മുടെ മൂല്യങ്ങളും വിശ്വാസങ്ങളും ബന്ധപ്പെട്ടാണ് നമ്മളെ പർപ്പസ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ രാഷ്ട്രീയക്കാരുടെ പർപ്പസ് എന്താ? ഒരു അധികാരമാണ് പർപ്പസ്. നമ്മളെ പർപ്പസ് എന്താവണം? മറ്റുള്ളവരെ ഈ ബിസിനസ്സിലൂടെ രക്ഷപ്പെടുത്തുക. അപ്പൊ എനിക്ക് റിവ്യൂ പറയാൻ വളരെ അധികം ഉണ്ട്. എന്തറിയോ, ഈ മൈസൂര് പ്രോഗ്രാം കമ്പനിയുടെ 2ാമത്തെ പ്രോഗ്രാമാണ്. ആദ്യത്തെ പ്രോഗ്രാം ഈ കമ്പനി നടത്തിയത് പറക്കാട്ട്, എന്താണ് പറയല്, പറക്കാട്ട്
മൂന്നാർ പറക്കാട്ട് റിസോർട്ട്. അവിടെ വെച്ചാ കമ്പനി നടത്തിയത്, റിസോർട്ടിൽ വെച്ചിട്ട്, പറക്കാട് റിസോർട്ടില്. രണ്ടാമത്തെ പ്രോഗ്രാം അന്ന് ഞാൻ ഈ കമ്പനിയിൽ വന്നിട്ടില്ല. പറക്കാട്ട് പ്രോഗ്രാം നടക്കുമ്പോ രണ്ടാമത്തെ പ്രോഗ്രാം നടന്ന കമ്പനി ഊട്ടിയിലാണ്. ആ ഊട്ടിയിലെ പങ്കെടുത്തു. അടിപൊളി പ്രോഗ്രാമായിരുന്നു. അന്നൊരു 300 ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ പല കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അവർ കംപ്ലീറ്റ് ഒരാൾക്കും പരാതിയില്ല, കറക്റ്റ് ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനി. അതിനുശേഷമാണ് ഇപ്പം നമ്മുടെ മൈസൂരിൽ ഈ കഴിഞ്ഞ വ്യാഴവും വെള്ളിയും പ്രോഗ്രാം നടന്നത്. എന്താണ്, ഒരു 300-500 ആൾക്ക് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാം അച്ചീവേഴ്സിന്റെ എണ്ണം കൂടി ഇവിടെ 1000 ആളുകൾ പങ്കെടുത്തപ്പോഴേ ഒരാളെ ഈ കമ്പനി തിരിച്ചുവിട്ടില്ല. 4 സ്റ്റാർ ഹോട്ടലില് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടാവുമോ അതൊക്കെ കൊടുത്തു. ഇപ്പൊ ഞാനും എൻ്റെ വൈഫും ആ പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഒറ്റക്കൊരു റൂം. അങ്ങനെ എല്ലാവർക്കും ഒരാളെ ഈ കമ്പനി തിരിച്ചയച്ചില്ല. എല്ലാവർക്കും നല്ല ഇന്റർനാഷണൽ ഫുഡ്. ഓരോരുത്തരൊക്കെ ചാപ്പാട് കഴിക്കണ ഇങ്ങനെ കാണണം, നല്ല രസം. നിങ്ങൾ ആലോചിക്ക്. ഇപ്പൊ ഒരു സിനു സാറൊക്കെ പറഞ്ഞതുപോലെ 6 ടീം നിങ്ങൾ എവിടുന്ന് വന്ന് ഒന്നുമില്ല. നിങ്ങൾ കണ്ടിരിക്കും, നമ്മളെ ഫോട്ടോസൊക്കെ കണ്ടു. നമ്മളെ CEO സാറ് വന്നപ്പോ നമ്മളൊക്കെ ഷെയ്ക്കാൻ കൊടുത്തപ്പോ റഷീദ് അലി മാസ്റ്റർ അല്ലേ ഇങ്ങോട്ട് ചോദിച്ചെന്നോട്. റഷീദ് മാസ്റ്റർ അല്ലേ. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു കാര്യം തരുമോ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചക്കരക്കട്ടമ്മ ഈച്ച കൂടിയ മാതിരി ആളുകൾ നമ്മളെ കണ്ടപ്പോൾ പൊതിഞ്ഞു. അതെന്തുകൊണ്ട് അറിയങ്ങള്, ഈ GRD അസോസിയേറ്റ് നടത്തുന്ന മീറ്റിങ്ങിലൂടെ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു ആളുകൾ. അതിലൂടെ ഇതിന്റെ പ്ലാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരൊന്നും അറിയില്ല, സത്യം പറയാ, ഞാൻ ഇവരൊന്നും അറിയില്ല. പക്ഷെ ഒരാള് വന്നിട്ട് റഷീദ് മാസ്റ്ററിൽ ഞങ്ങൾ പ്രോഗ്രാം നമ്മൾ കാണലുണ്ട്, മാഷ അടിപൊളി പ്രോഗ്രാം ആട്ടോ, നിങ്ങൾ പ്രോഗ്രാം വളരെ സിംപ്ലിസിറ്റിയോട് കൂടി വളരെ സിമ്പിളായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു സാറേ, വളരെയധികം താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ നമ്മളെ വളരെയധികം അണഞ്ഞ്, ചില ആൾക്കാർ നമ്മുടെ സെൽഫി എടുത്ത് ഞാൻ എത്ര വലിയ സെലിബ്രിറ്റി ആണ്. ഒരു സെലിബ്രിറ്റിനെ കണ്ട സാധാരണ ആളുകൾ ഇങ്ങനെ ഒരു സെൽഫി ഒക്കെ എടുക്കല്. ഇത് ആളുകൾ നമ്മൾ വെച്ച് സെൽഫി എടുക്കുക. നീ നമ്മളെ CEO എല്ലാവർക്കും ഒരു ജഗപ്പൊക്കെയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങള് ഒരു ജാടയില്ല. ചില CEOമാരൊക്കെ ആവുമ്പോൾ ഒരു ഇൻസൈഡ് എത്തിച്ചൊക്കെ പോക്കാക്കി കോട്ടും ഷൂ കെട്ട് വന്ന് ഒരു ജാട ഉണ്ടാവും. ഇവിടെ ഒരു സാധാരണക്കാരൻ. അതാണ് അഭിജിത്ത് മാണി സാറ്. അപെക്സിന്റെ CEO ആണത്. നമുക്ക് അഭിമാനമുണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു CEOന്റെ കൂടെ ഒരു കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്തതിൽ. നിങ്ങൾ നോക്കി, എല്ലാരും അക്കോമഡേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരു പരാതി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ല. എല്ലാരും വളരെ സന്തോഷത്തിലാണ് ആ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ പോകുന്നത്. പ്രോഗ്രാമെ പിരിച്ചുവിട്ടൊരു ആളുകൾ അവിടെ നിൽക്കണ്ടേ. അപ്പൊ വളരെയധികം നല്ലൊരു പ്രോഗ്രാമാണ് കഴിഞ്ഞത് എന്ന് മാത്രമല്ല, ഈ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ അനുഭവം പറയാം. നെറ്റ്വർക്കിലൊക്കെ 10-20 വർഷം പഴക്കവും തഴക്കമുള്ള ഒരു ലീഡർ എൻ്റെ കൂടെ ഇന്നലെ ജോയിൻ ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലെ. ഇന്ന് എൻ്റെ കൂടെ 2-3 പേര് കാസർഗോഡിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ എന്നെ വിളിച്ചു. അവരിപ്പോ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് എങ്ങോട്ട് വിളിച്ച്, ഞാൻ കാലത്ത് 7 മണിക്ക് ശേഷം ഇതിലാണുള്ളത്. ഉച്ചക്ക് 12:30 മണി വരെ 1 മണി വരെ ഞാൻ ഇവിടെ ഉള്ളത്. എന്റെ പർപ്പസ് ഇതാണ്. എന്റെ പർപ്പസ് എന്താണ്? ഞാൻ പാഷനേറ്റാ. ഞാൻ നെറ്റ്വർക്കിൽ ഒരു പാഷനേറ്റ് ആണ്. എനിക്ക് കുറെ ആളുകളെ രക്ഷപ്പെടുത്തണം. അതിന് ഉതകുന്ന ഒരു കമ്പനിയാണ് അപെക്സ്. സിംപിൾസിറ്റി ഉള്ള ഒരു പ്ലാനാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ഏതു സാധാരണക്കാരും ഇതിൽ വിജയിക്കാൻ കഴിയുന്നത്. ഇവിടെ ഈഗോ ഉണ്ടാവാൻ പാടില്ല. ഈഗോ ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഈഗോ കുറച്ചാൽ പണം ഉണ്ടാക്കാന്നാ പറയുന്നത്. ഞാൻ അല്ലെ, അതാണ് ഈഗോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈഗോ കുറച്ചാൽ നമുക്ക് പണം ഉണ്ടാക്കാം, നമുക്ക് സക്സസ് ആവാന്ന. അത് ഒരു ഉദാഹരണം, ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞ കാര്യങ്ങൾ ഷാറൂഖ് ഖാനാണ്. എന്താണ് ഈഗോ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഷാറൂഖ് ഖാൻ. നിങ്ങൾക്ക് എന്റെക്കാൾ കൂടുതൽ അദ്ദേഹത്തെ അറിയുമായിരിക്കും. അതേപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ CEO ഒരു ജാടിയില്ല, ഒരു ജഗപോകില്ല. ഒരാൾ സെൽഫി എടുക്കാൻ നിന്നെടുത്തു, മറ്റൊരാൾ സെൽഫി എടുക്കാൻ. ആര് പോയപ്പോ എല്ലാരോടും യാത്ര പറഞ്ഞിട്ടാ പോയത്. അപ്പൊ
ഇനി ഇതിനേക്കാൾ നല്ലൊരു സീൻ നമുക്ക് കിട്ടാനുമില്ല. അപ്പൊ മൈസൂർ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം അപെക്സ് ടോക്കൺ കത്തിക്കൊണ്ടിരിക്കുക. എല്ലാ MLM കമ്പനികളിൽ നിന്നും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്നും ലീഡേഴ്സ് അപെക്സിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ സത്യം നിങ്ങൾ തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ ഇനി പിടുത്തം വിട്ടിട്ട് ഈ അപെക്സ് ടോക്കൺ കുതിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയ അപെക്സിലെ ലീഡേഴ്സ്, ഒരു ജാഡിയിലെ ലീഡേഴ്സിന് മറ്റേ ടോപ്പിലെ ലീഡേഴ്സ് നാസിർ ഖാൻ അല്ലെ, യഥാർത്ഥത്തിൽ നാസിർ ഖാന് മുകളിൽ ലീഡേഴ്സ് ഉണ്ട് അല്ലെ, നമുക്കറിയാൻ ഉണ്ടെന്നുള്ളത്. പക്ഷെ നമ്മുടെ ലീഡറെ കയ്യിൽ പെട്ടതാ. എന്താ അദ്ദേഹത്തിന്റെ പേര്? നിലമ്പൂർ മുണ്ടേരി പോത്തുകല്ലില്ല, എന്താ അദ്ദേഹത്തിന്റെ പേര്? നമ്മളെ ലീഡർ, ഗേറ്റ് ലീഡർ മുബഷീർ ഭായ് മുബഷീർ സാറൊക്കെ യഥാർത്ഥത്തിൽ എന്നോട് നാസിർ സാറ് പറഞ്ഞതാ. നാസിർ സാർ എന്നോട് പറ, എന്റെ ലീഡറാണ് മുബഷീർ. ശരി. ഈ മുബഷീറിനാണെങ്കിലും മജീദ് സാറിനാണെങ്കിലും അരുൺ സാറിനാണെങ്കിലും നാസിർ സാർ മറ്റു പല ലീഡേഴ്സിനും ഒരാൾക്കൊരു ജാടയില്ല. മനസ്സിലാക്കേണ്ടതാ. ഞാൻ എന്താ പറയുന്ന കാര്യം, ഞാൻ 24 വർഷം നെറ്റ്വർക്ക് പിന്നിട്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ഞാൻ കണ്ടത് ലീഡേഴ്സ് അവിടെ ജഗപ്പൊകാക്കും, എന്തൊക്കെ കാര്യങ്ങള് അവരെ ഹെഡ് പേജ് കാണിക്കും, ഈഗോ ഉണ്ടായിരിക്കും. ഇവിടെ ഒന്നുമില്ല. അത് തന്നെയാണ് ഈ നല്ലൊരു കമ്പനിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. ഈ അപെക്സ് ഇനിയും നിങ്ങൾ സമയം വേസ്റ്റ് ആക്കണ്ട. അപെക്സിനെ കുറിച്ച് 6 മാസം പഠിച്ചിട്ട് അപെക്സ് പോകുന്നത്. ഞാൻ അതിലിപ്പോ ഖേദിക്കുകയാണ്, 6 മാസം നഷ്ടപ്പെട്ടതിൽ. അപ്പൊ നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ മുമ്പിലുണ്ട്, നഷ്ടപ്പെടുത്തണ്ട. അവസരങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടില്ല. ഉള്ളതിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാം. ഓക്കെ, മാഷ് നെറ്റ്വർക്ക് പോയി, മാഷ് വീണ്ടും ഔട്ട് ആയിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച് മാഷെ. അതുപോലെ സമയം നമുക്ക് അധികരിച്ചു പോവുകയാണ്. നമ്മുടെ കൂടെ ഇനി ആർക്കെങ്കിലും 2 വാക്ക് സംസാരിക്കാനുള്ളവർ പെട്ടെന്ന് നമ്മുടെ ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ക്യാമറയിൽ വരിക. നമ്മുടെ ലേഡി ലീഡേഴ്സൊക്കെ നമ്മുടെ കൂടെ വന്നവരുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർ 2 വാക്കോ അല്ലെങ്കിൽ 3 വാക്കോ സംസാരിക്കാൻ താല്പര്യമുള്ളവർ ഒന്നുകിൽ ക്യാമറയിൽ വരിക. നമ്മുടെ ബൈജു സാർ വന്നിട്ടുണ്ട്. ബൈജു സാർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ്, നമ്മുടെ അപ്ലൈനാണ് കേട്ടോ, ട്രിവാൻഡ്രത്തുള്ളതാണ്. ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. വെയിറ്റ് ചെയ്യ്, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം. വെയിറ്റ്. ഞാൻ 2 വാക്ക് പറയട്ടെ നിങ്ങളെ കുറിച്ച്. മാഷ് പറഞ്ഞൊരു ജാടല്ലാത്ത മനുഷ്യന്മാരെന്ന് പറയുന്നതിൽ കൂട്ടത്തിലുള്ള ഒരു ജാടല്ലാത്ത ഒരു വ്യക്തിയാണിട്ടത്. ഒളിഞ്ഞിരുന്നിട്ട് ഞാനൊരു ഗ്രേറ്റ് ലീഡറും അല്ല, ഞാനൊരു ലീഡറും അല്ല എന്ന് പറഞ്ഞാണ്ട് പിറകെ നിന്നിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്നൊരു തള്ളി വിടുന്ന ഒരു ഗ്രേറ്റ് ലീഡർ. അത്രയും ജാടല്ലാത്ത വ്യക്തി. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് അങ്ങേർക്ക്. പിന്നെ ഇന്ന് 2 വാക്ക് നമ്മുടെ കമ്പനിയുടെ നമ്മുടെ പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാന് ഒന്ന് വീഡിയോയിൽ വന്ന് പറയാ, ഒരു 5 മിനിറ്റ് സംസാരിക്കാന്ന് എന്നോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ദ സ്ക്രീൻ മിസ്റ്റർ ബൈജു ഫ്രം ട്രിവാൻഡ്രം. മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് അല്ല ഉദ്ദേശിച്ചത്. എല്ലാവരും ഇത് ഒരു ട്രിപ്പിന്റെ എക്സ്പീരിയൻസ് ഷെയർ എല്ലാവരുടെ ഭാഗത്ത് നിന്ന് കേട്ടായിരുന്നു. എനിക്ക് ഒരു 2 വാക്ക് പറയാനുള്ളത്, ഈ ഓരോ ലീഡേഴ്സും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. ശരിക്കും പറഞ്ഞാല് ഈ കൺസെപ്റ്റിലോട്ട് കടന്നു വന്ന എല്ലാവർക്കും ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. ഒരുപാട് കൺസെപ്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഏറെയും. അതിൽ നിന്നെല്ലാം വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനകത്തുനിന്ന് യാതൊരു തർക്കമില്ലാതെ പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാല് 1 വർഷത്തോളമായി ഈ ഒരു കൺസെപ്റ്റിനകത്തുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ അഭിജിത്ത് മാണി സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. അഭിജിത്ത് മാണി സാറിനെ 1 വർഷം മുൻപേ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ഏകദേശം 2 മണിക്കൂറോളം സംസാരിക്കുമ്പോൾ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അവർ പറഞ്ഞു, ഞങ്ങള് തുടക്കക്കാരാണ്, ഈ കൺസെപ്റ്റ് ബൈനാൻസിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അന്നു മുതൽ ഇന്ന് വരെ എന്താണോ അവർ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് വളരെ വളരെ സുദീർഘമായി ഉള്ള ഒരു കാര്യം. എന്താണോ പറഞ്ഞത് 1 by 1 ആയിട്ട് അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്തു പോകും. രണ്ടാമത്തെ കാര്യം, എല്ലാ തലത്തിലും, അത് വിഡ്രോവലായിരുന്നാലും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിലായിരുന്നാലും എല്ലാ തരത്തിലും ക്രമമായി കാര്യങ്ങൾ ചെയ്തു പോകുന്ന കാര്യത്തിൽ
അത് നിങ്ങൾക്കറിയാം ഓരോരുത്തരും, ഞങ്ങൾ ശരിക്കും എടുത്തു പറയേണ്ടതില്ല, അത് ഇതിൽ കടന്നു വന്നിട്ടുള്ള ഓരോർക്കും അറിയാം എന്താണ് മറ്റുള്ള കൺസെപ്റ്റുമായിട്ട് ഡിഫറന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഋഷിയൽ മാസ്റ്റർ പറഞ്ഞു, നമ്മള് കൊല്ലം രാജേഷ് സാർ പറഞ്ഞു, പിന്നീട് അതിനു മുമ്പ് സംസാരിച്ച നമ്മളെ ജിനു സാറ് പറഞ്ഞു, 600ഓളം പേർക്ക് അവിടെ ചാർട്ട് ചെയ്തിരുന്ന 600ഓളം പേരാണ്, അത് 1000 പേരിലേക്ക് വരെ എത്തി. പക്ഷേ പലരും ഫാമിലി ആയിട്ടും കുഞ്ഞുങ്ങളായിട്ടും കടന്നു വന്നവർ. പക്ഷെ ഞാനിത് നമ്മുടെ ഈ പറക്കാട്ട് പ്രോഗ്രാം ആയിരുന്നാലും ഈ ഊട്ടി പ്രോഗ്രാം ആയിരുന്നാലും ഇപ്പോഴത്തെ കഴിഞ്ഞ പ്രോഗ്രാം ആയിരുന്നാലും ശരി, അച്ചീവ് ആയത് ചിലപ്പോ ആ മെമ്പർ ആയിരിക്കാം. പക്ഷെ കടന്നു വന്നവര് വിത്ത് ഫാമിലി ആയിരുന്നാൽ പോലും എല്ലാവരെയും റിസീവ് ചെയ്യുന്ന ഒരു പ്രകൃതി കൺസെപ്റ്റ് കാണാൻ സാധിക്കും. കണ്ടതാണ്, കുഞ്ഞുമക്കളെ കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നവരുണ്ട് അവിടെ. പക്ഷെ എല്ലാവരെയും അവർ ആരെയും മടക്കി അയച്ചിട്ടില്ല, എല്ലാവരെയും റിസീവ് ചെയ്തു, എല്ലാവർക്കും സൗകര്യങ്ങൾ ചെയ്തു. അവസാനം ഞാൻ നജാബ് സാറോട് സംസാരിച്ചു, സാറേ പല ലീഡേഴ്സും പുറത്ത് നിൽക്കുകയാണ്, അവർക്ക് അക്കോമഡേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊന്നും അവിടെ വിഷയമല്ല, ലീഡേഴ്സൊക്കെ അക്കോമഡേഷൻ ചെയ്തോളൂ. പക്ഷെ വന്നവരെല്ലാം വിത്ത് ഫാമിലി ആണെങ്കിൽ അങ്ങനെ അതായത് എങ്ങനെയാണോ വന്നിട്ടുള്ളത് അവരെല്ലാവരും അക്കോമഡേറ്റ് ചെയ്തു. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു മറ്റ് പല കൺസെപ്റ്റിലും ഇല്ലാത്ത പ്രത്യേകത ഇതൊക്കെ തന്നെയാണ്. പിന്നെ റഷീൽ മാസ്റ്റർ പറഞ്ഞു, നാസർ സാറ്, പിന്നെ അതുപോലെ നമ്മൾ കണ്ട എല്ലാ വ്യക്തി വലിയ 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 അച്ചീവേഴ്സ് ആണല്ലോ. പിന്നെ വിനോദ് നായർ സാറ്. ഞാൻ ചോദിക്കട്ടെ, നജാബ് സാർ എന്താ അച്ചീവർ അല്ലേ? എല്ലാ അച്ചീവേഴ്സും എങ്ങനെയാണ് പരസ്പരം വന്ന ഓരോരുത്തർ അവിടെ നിങ്ങൾ ഏത് ടീമാണ് അതിലൊന്നും പ്രസക്തിയില്ല. എല്ലാവരെയും പരസ്പരം അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്നു. അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് നമ്മളെല്ലാവരും ഫാമിലി ആണെന്ന നിലയിലുള്ള ഒരു റിലേഷൻ അവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ള വേറൊരു കാര്യം കൂടെ ഉള്ളത്, നിങ്ങള് ഈ ഒരു കൺസെപ്റ്റിനെ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ലളിതമായി തന്നെ ഈ കൺസെപ്റ്റ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. വളരെ ലളിതമായിട്ട് തന്നെ പകർന്നു കൊടുക്കുക. ഇന്ന് പോകുന്ന ഇതേ തരത്തിൽ തന്നെ ക്രമമായിട്ട് കമ്പനി മുന്നോട്ട് പോകട്ടെ. എല്ലാവർക്കും ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഒരിക്കലും നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലാത്ത ഒരു ഇൻഫർമേഷൻസും ആർക്കും, ഒരു ബിസിനസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും ആർക്കും പാസ് ചെയ്യാതിരിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക. ഇനി വരുന്ന ഓരോ അച്ചീവ്മെന്റ്സുകളും ഇതിനേക്കാൾ മോർ ബെറ്റർ ആയിരിക്കും. അടുത്ത് പറഞ്ഞ ട്രിപ്പുകളും മറ്റു കാര്യങ്ങളെല്ലാം ഈ ആയിരിക്കുന്ന എല്ലാവർക്കും എല്ലാ അച്ചീവ്മെന്റ്സും നേടിയെടുക്കാൻ സാധിക്കട്ടെ, ഇൻക്ലൂഡിങ് ഫോറിൻ ട്രിപ്പ് ആയിരുന്നാൽ തന്നെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. താങ്ക് യു സോ മച്ച് അവർ ഗ്രേറ്റ് ലീഡർ മിസ്റ്റർ ബൈജു ഫ്രം ട്രിവാൻഡ്രം. അദ്ദേഹം നമ്മളെ അപ്ലൈനാണ്, എൻ്റെ അപ്ലൈനാണ് അദ്ദേഹം. അപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഒരേ മാഷ വാക്ക് അങ്ങോട്ട് എടുത്തു വെക്കാം, സിമ്പിൾ സിറ്റി. ഇപ്പൊ നമ്മുടെ സിയോന്റെ മാതിരി തന്നെ സിമ്പിൾ സിറ്റി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ ഒരു വാക്ക് അദ്ദേഹത്തിലേക്ക് പകർന്നു കൊടുക്കാം. ഏതായാലും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ ഏറ്റെടുത്ത പ്രൊജക്റ്റിനെ മനസ്സിലാക്കി അതേ പ്രൊജക്റ്റ് അതേ രീതിയിൽ ആ കൺസെപ്റ്റിനെ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക. കാരണം അതിനെ വളച്ചൊടിക്കാനോ അങ്ങനെ ഇത് കാക്കാതെ നമ്മൾ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ വരുന്നവരിലേക്ക് കറക്റ്റ് കൺസെപ്റ്റ് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു വാക്ക്, അത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആരെങ്കിലും നമ്മോട് സംവദിക്കാൻ, നമ്മുടെ ഹൈറൂ മേഡം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്നുണ്ട്. ഒരു ലേഡി ലീഡറാണ്, നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ്. ഹൈറൂ മേഡം 2 വാക്ക് സംസാരിക്കാൻ പറ്റുമോ? നമ്മുടെ മൈസൂർ പ്രോഗ്രാമിന്റെ എക്സ്പീരിയൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ. വേറെയും ലേഡി ലീഡേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അവരൊന്നും ഇപ്പോൾ ക്യാമറയിലോ അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് സമയം നീട്ടിക്കൊണ്ട് പോകാനില്ല. എല്ലാവരും ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് സംസാരിച്ച്, നമുക്ക് ആഗ്രഹമുള്ളവർക്ക് ആർക്കും, ഇവിടെ ടീം ഭേദമന്യേ, ഇവിടെ റഹ്മത്തുള്ള സക്സസ് ഉണ്ട്, അതേപോലെ ജിഷ്ന നാഥ് ഉണ്ട്. ആർക്ക് സംസാരിക്കാൻ 2 വാക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക. ഓക്കെ ആണോ? നിങ്ങൾ ആരെങ്കിലും ഓക്കെ ആണോ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം, ഒന്ന് കൈ പൊക്കിയാൽ മതി, ക്യാമറയിലുള്ള ആളുകളാണെങ്കിൽ. ഓക്കെ 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 ഓക്കെ. ജിഷാൻ നാഥ്, പേര് കറക്റ്റ് ആയിട്ടില്ല. സാറേ, പറഞ്ഞോളൂ. ഞാൻ വേങ്ങര, മലപ്പുറത്ത് വേങ്ങര. ഓക്കെ. സാറേ അവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മൈസൂർ വെച്ചിട്ടില്ലേ? താങ്ക് യു. എനിക്ക് പറയാനുള്ളത് സിഎനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളാണ്. മറ്റുള്ളവരെല്ലാം ജാടായിട്ടൊക്കെ നടക്കുന്ന കാണുമ്പോഴേ, ഞാൻ ഒരുപാട് കമ്പനി ജോയിൻ ചെയ്തതാണ്. പക്ഷെ ഇത്ര
എനിക്ക് നല്ല പിന്നെ ഇത് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞ് ഉം. 2 മാസമായിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു കോൾ ചെയ്താ അദ്ദേഹം തിരിച്ച് എന്നെ വിളിച്ചു. ആ, എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ പിന്നെ അത് ഇന്നലെ രാത്രി 3 മണിക്ക് അദ്ദേഹം എന്നെ വിളിച്ചു. ഓ സൂപ്പർ. ഉറങ്ങിയോ, നാട്ടിലെത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓ വാട്ട് എ കെയറിംഗ് അല്ലേ, എന്താല്ലേ, ഒന്ന് ആലോചിക്കുക. നമ്മളത് അതാണ് ഞാൻ പറഞ്ഞത്. പരിചയപ്പെട്ടിട്ടുള്ളൂ, ആ അതെ. മനസ്സിലവിടെ കോറിട്ട പോലെ. അപ്പൊ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്, കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു. അതെ, സാറിന്റെ പേര് പറഞ്ഞില്ല വേങ്ങരന്ന്. ഗിഷാനന്ദ്. ജിഷാനന്ദ. ഓക്കെ, അത് വായിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട്. ജി ക്യാപിറ്റൽ ലെറ്റർ അല്ലാത്തതുകൊണ്ട് ഒരു ഡൗട്ട്സ്. ആ, ജിഷാനന്ദ്. അതെ. അപ്പൊ നമ്മൾ ഓക്കെ. കമ്പനി മുന്നോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞു എല്ലാവരും ഇതിൽ രക്ഷപ്പെടണം, അതുകൊണ്ട് സാറ് ഇതിന് മുൻകൈ എടുത്ത് എല്ലാവരും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ്. അപ്പൊ എല്ലാവരോടും താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജിഷാനന്ദ് സാർ. അങ്ങേര എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ മനസ്സിലാക്കാം. അദ്ദേഹത്തിന് കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല, കാരണം നമ്മുടെ സിഇഒയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും പറഞ്ഞതും അത് അദ്ദേഹത്തിന്റെ, കാരണം നമുക്ക് കൂടുതൽ കിട്ടിയ എക്സ്പീരിയൻസ് നമ്മുടെ സിഇഒയിൽ നിന്നാണ്. കാരണം സിഇഒനെ കാണുമ്പോൾ ഉള്ള ആ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കൂടുതൽ ആളുകൾ ഷെയർ ചെയ്തിട്ടുള്ളത്, കാരണം നേരിട്ട് കണ്ട് ആ അനുഭവങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പം ഒന്ന് സംസാരിച്ചു, ഒന്ന് ജസ്റ്റ് നമ്പർ വാങ്ങിയപ്പോൾ ഒരു കോളൊന്ന് ജസ്റ്റ് അങ്ങോട്ട് എത്തിയുള്ളൂ, തിരിച്ച് കോൾ വന്ന്. അതേപോലെ തന്നെ നാട്ടിലെത്തിയോന്ന് വിളിച്ചിട്ട് അന്വേഷിക്കുക, അതൊരു കെയറിങ് ആണ് അല്ലെ. അതാണ് ആ ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. ആ മൈൻഡിലൂടെയാണ് നമുക്ക് നോക്കി കാണേണ്ടത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ആള്, നമ്മൾ ഒരു ജാടയില്ലാതെ നമ്മുടെ കമ്പനിയെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ ഉദിച്ച ഈ പിന്നെ അപെക്സ് ടോക്കൺ എന്ന ബിസിനസ്സിനെ അദ്ദേഹം വളരെ ഉച്ചസ്ഥായിലേക്ക് ഉയർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കെട്ടുറപ്പോടുകൂടി അദ്ദേഹത്തിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആയിരങ്ങളാണ് നമ്മൾ അവിടെ കാണാൻ കഴിഞ്ഞത്. കട്ടക്ക് നിൽക്കുന്ന ആയിരങ്ങൾ. ഇപ്പൊ മാഷൊക്കെ പറഞ്ഞ പോലെ ആയിരങ്ങൾ കട്ടക്ക് നിൽക്കുകയാണ്. എല്ലാവരും കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം അപെക്സ് ടോക്കൺ എന്ന ബിസിനസ്സിലേക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അപ്പം നമ്മൾ ആരും ഈ മിസ് ചെയ്യാതെ വളരെയധികം. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? നമുക്ക് 10 മണി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സമയത്തിന് മൂല്യമുള്ളത് കൊണ്ട് സമയം അധികരിപ്പിച്ച് കൊണ്ടുപോവാതെ നമ്മൾ ഇനി ആരെങ്കിലും 2 വാക്ക് സംസാരിക്കാണ്ട് ഒന്ന് കൈവക്കിയാൽ നമുക്ക് ഒന്നും കൂടെ സംസാരിക്കാം. കുറച്ചും കൂടെ മാസ്റ്റർ ജിക്ക് കുറച്ചും കൂടെ ഉണ്ട്. അവസാനം മാസ്റ്റർ ജി വന്നിങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മാഷക്ക് മൈക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കമന്റ് വന്ന് സുറുമി മാഡത്തിന് 2 വാക്ക് സംസാരിച്ചൂടെ? ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ക്യാമറ ഓപ്പൺ ചെയ്യണമെന്നില്ല, നിങ്ങൾ ലേഡീസ് ആയതുകൊണ്ട് പരിഗണന ഉണ്ട്. നിങ്ങൾക്ക് 2 വാക്ക് സംസാരിക്കാം. ഡോർ ക്ലോസ്. ഹലോ, ഗുഡ് ഈവനിങ് സാർ. കേൾക്കാമോ? കേൾക്കാം. ഗുഡ് ഈവനിങ്. ട്രാവലിംഗിലാണ്, അതുകൊണ്ട് കേൾക്കാമെന്ന് ചോദിച്ചത്. എനിക്ക് 2 വാക്ക് ഇതിന് മുമ്പ് ഞാൻ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. എന്തൊക്കെയാ പറയണേന്ന് അറിയില്ല. ഏതായാലും അപെക്സിൽ വന്നതിന് എന്താ പറഞ്ഞ ഒരു പോസിറ്റീവ് വൈബ് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ അപെക്സിൽ വന്നതിനെയാണ്. എന്നാ എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും. എന്നൊരു ലേഡിയാണ്, എന്നാൽ പോലും എനിക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു കൺസെപ്റ്റ് ശരിക്കും എന്റെ മനസ്സിൽ എനിക്ക് എന്നാ പറയണ ഇപ്പോഴും അറിയാൻ പറ്റില്ല. ഭയങ്കര ഫസ്റ്റ് കിട്ടിയത് ആ ടാലന്റ് ട്രിപ്പിൽ നിന്നാണ്. ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് 7ാമത്തെ ദിവസം തന്നെ ട്രിപ്പ് അച്ചീവ് ചെയ്യുകയാണ്. ഞാൻ പാസ്പോർട്ട് പോലും എടുക്കാതിരുന്ന ഒരാളാണ്. ഹസ്ബൻഡ് 14 വർഷം പ്രവാസിയായിരുന്നു. ഇതുവരെ ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടില്ല, ഒരു സ്ഥലത്ത് പോയിട്ടില്ല. എങ്ങനെയാണ് ഫസ്റ്റ് ട്രിപ്പ് പോകണ എന്റെ ജീവിതത്തിൽ ആദ്യം പോണ ട്രിപ്പ് തായ്ലൻഡ്. അത് അപെക്സിന്ന് പറയണ. ഞാൻ സ്വയം പൈസ എടുത്ത് പോയാൽ പോലും ഇത്ര എൻജോയ്മെന്റ് കിട്ടില്ല. എന്ന് വെച്ചാൽ ഫുഡ്, ട്രാവല്, കൂടെ വന്ന ഒരു ഗൈഡ് ഉൾപ്പെടെ, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇത്രയും സന്തോഷകരമായിട്ട് പോയിട്ട് വന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അത് തന്നെ നമുക്ക് ഒരു കമ്പനി തന്ന ഏറ്റവും നല്ല ഒരു എന്തെന്നാ പറയണ ആനുകൂല്യങ്ങളിൽ ഒന്ന് തന്നെയാണത്. അതുകൊണ്ട് ഇപ്പൊ മൈസൂർ ട്രിപ്പിന് വന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ ബിസിനസ് ചെയ്ത് ഇതിലേക്ക് കയറി വന്ന ലേഡീസ് ഒത്തിരി ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ്സാണ്, 10-12 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ചെയ്യുന്ന ബിസിനസ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോലും ഇത്രയും കറക്റ്റ് ആയിട്ട് ഒരു ഇൻകം എന്റെ അക്കൗണ്ടിലേക്ക് വന്നത് ഈ അപെക്സിൽ നിന്നാണ്. സാറ് കേൾക്കാമോ? ഹലോ, കേൾക്കാം. മാഷ് ഒന്ന് കണ്ടിന്യൂ ചെയ്യണേ, ഞാൻ പോരാ. അപ്പൊ ഇനി
ഇപ്പൊ എന്താ പറയണേ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഇത് എനിക്കില്ലായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം മൈസൂർ ട്രിപ്പ് കണ്ടതോടുകൂടി വന്ന് അതെല്ലാം അറ്റൻഡ് ചെയ്തോടുകൂടി ഇന്നിപ്പോ 2 ലീഡേഴ്സിനോട്, 2 ഈ നെറ്റ്വർക്ക് ചെയ്യുന്ന 2 ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ഈ 2 പേരെങ്കിലും ഇതിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ബിസിനസ് വലുതാക്കാനും അതിലുൾപ്പെടെ എനിക്ക് എന്റെ ഇൻകം ഇതിലും ഇരട്ടിയാക്കണം. ഇതുപോലെ എല്ലാ ട്രിപ്പും അച്ചീവ് ചെയ്യണം. അത് അപ്പക്സിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ചേക്ക്, ഞാൻ തന്നെ ഹസ്ബൻഡും ഞാനും കൂടെ ട്രിപ്പ് പോണെങ്കിൽ എത്ര രൂപ എക്സ്പെൻസ് വരും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു ഫ്രീ ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ അത് ഇത്രയും നല്ല സ്ഥലങ്ങളിൽ. ഇപ്പൊ ശ്രീലങ്ക നമ്മൾ പറയണ്ടെങ്കിലും ഇപ്പൊ മനസ്സിൽ ശ്രീലങ്ക മൊത്തം. തായ്ലൻഡ് വന്ന പോലെ തന്നെ ശ്രീലങ്ക അച്ചീവ് ചെയ്യണം തന്നെയാണ് ഞങ്ങൾ ഓർത്തോണ്ടിരിക്കുന്നത് ഇൻഷാ അള്ളാ. അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും അച്ചീവ് ചെയ്യിപ്പിക്കും എന്നൊരു ഉദ്ദേശത്തോട് തന്നെയാണ് ഞങ്ങൾ ആ മൈസൂർ ട്രിപ്പ് കഴിഞ്ഞ് താഴത്തേക്ക് ആ ചുരം ഇറങ്ങി വരുന്നവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് മനസ്സിൽ. പിന്നെ ലീഡേഴ്സ് ആണെങ്കിലും എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന ശൈലമാരാണ്. ശൈലമാരോട് ആദ്യം എന്റെ ഒത്തിരി താങ്ക്സ്. ഇതിനു മുമ്പ് കുറെ വർക്കിന്റെ കേസൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ അതൊന്നും ചെയ്തില്ല. പക്ഷെ ഈ അഫെക്സിന്റെ ഒരു തീം കേട്ടത് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു $100 ഇത് ബിസിനസ് ജോയിൻ ചെയ്തു. അതിന്റെ അടുത്ത ദിവസം തന്നെ 5,000 ഞാൻ ചെയ്തു. എന്റെ ഹസ്ബൻഡിന്റെ പേരിലും 5,000 ചെയ്തു. വെച്ചാൽ നമുക്ക് മനസ്സിൽ കറക്റ്റ് ആയിട്ട് ഈ ദിവസം വരെ 3 മാസമായി ഞങ്ങൾ ഇതിൽ ചെയ്തേക്കണു. ഈ 3 മാസം കൊണ്ട് ഇതുവരെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കല്യാണം കണ്ട് 20 വർഷമായി. ഞങ്ങൾ രണ്ടുപേരും ജോലി എടുത്തിട്ട് കിട്ടാത്ത പൈസ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കട്ടെ. ഞാൻ നല്ല പോസിറ്റീവ് വൈബോട് കൂടിയിട്ടാണ് മൈസൂരിൽ നിന്ന് പോകുന്നേക്കണേ. ആ വൈബ് തന്നെ തുടരുകയും ചെയ്യും. എല്ലാ ട്രിപ്പും അച്ചീവ് ചെയ്യും. എന്റെ ഫ്രണ്ട്സിനെയും ജോയിൻ ചെയ്യിപ്പിക്കും ഇൻഷാ അള്ളാ. അപ്പൊ എല്ലാവർക്കും ഡീഡേഴ്സിനും എല്ലാം രാജാവ് സാറിനോട് പ്രത്യേകിച്ച് ഏത് സമയത്ത് വിളിച്ചാലും എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്തിരുന്ന ആളാണ്. അത് ഞാൻ പ്രത്യേകം പറഞ്ഞു. താങ്ക് യു സാർ, എല്ലാത്തിനും താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സമയം നഷ്ടപ്പെടുത്താതെ വരാം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയാം. ആരുമില്ല? ഓക്കെ, ആരുമില്ലല്ലേ? നമ്മുടെ ജിനു സാറിന് 2 വാക്ക് വീണ്ടും പറയാണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നോക്കട്ടെ കാല് അവിടെ ഇരുന്നപ്പോ എടുത്തിരിക്കും. സാറേ, നമ്മളെ ബഹറിലുള്ള ഒരു ബൈജു സാർ ഉണ്ടായിരുന്നല്ലോ, ഒരു ആക്റ്റീവ് ലീഡർ. മൂപ്പര് ഒന്നും പറയുന്നത് കണ്ടില്ല. ഇന്നെന്തൊക്കെ സംസാരിക്കുമായിരിക്കും. എല്ലാം കേട്ട് മൂപ്പര് ഓൾറെഡി ഉണ്ട് ഇതിനകത്ത്. കാരണം പ്രവാസ ലോകത്തിരുന്നിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരെ നമ്മളോട് കാണിക്കുന്ന അറ്റാച്ച്മെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ബൈജു സാർ രണ്ട് വാക്ക് സംസാരിക്കും. ബൈജു സാർ മീറ്റിംഗിൽ ഇല്ലാന്ന് തോന്നുന്നു. ബൈജു സാർ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്നു പറഞ്ഞിരുന്നു. ഓക്കെ, മീറ്റിംഗിൽ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പിലേക്ക് കിടക്കാം. നമുക്ക് ഇനി സമയം കൂടുതൽ നഷ്ടപ്പെടുത്താനില്ല. എല്ലാവരും നമ്മളിലേക്ക് കാത്തിരിക്കുകയാണ്. അപ്പം ഒരുപാട് സമയം നമ്മൾ ജനങ്ങളിൽ നിന്ന് വാങ്ങണ്ട. ഏതായാലും നമ്മുടെ മാസ്റ്റർ ജി 2 വാക്ക് പറഞ്ഞിട്ട് സൂം വൈൻഡപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു 2 വാക്ക് മാസ്റ്റർ ജിയിലേക്ക് നമ്മൾ ക്യാമറയും നമ്മുടെ മൈക്കും മാസ്റ്റർ ജിയിലേക്ക് കൊടുക്കാണ്. മാസ്റ്റർ ജി. കണ്ടോ ആ ലേഡി പറഞ്ഞ് കേട്ട് നിങ്ങള്? അതാണ് ഞാൻ പറഞ്ഞ പർപ്പസ്. ഒരു പാഷനേറ്റ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് എല്ലാരും പഠിക്കാണ്ട്. നമുക്ക് ആർക്കും ഈഗോ ഉണ്ടാവണ്ട. പലരിൽ നിന്നും നമുക്ക് പലതും പഠിക്കാണ്ടാവും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവുക. കണ്ട നിങ്ങൾ അവരെ പർപ്പസ്, അവര് എടുത്ത ഡിസിഷൻ കണ്ട നിങ്ങൾ, തീരുമാനം കണ്ട നിങ്ങൾ, മൈസൂരിൽ നിന്ന് തിരിച്ചു പോന്നപ്പോൾ എടുത്ത തീരുമാനം കണ്ടോ? അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അതും പൊട്ടി ഇതും പൊട്ടി ഇതെപ്പോഴാ പൊട്ടാൻ ചോദിച്ചു നടക്കലല്ല. നിങ്ങളൊരു പാഷനേറ്റായി. ഞാൻ ഈ നെറ്റ്വർക്കിലൊരു പാഷനേറ്റാണ്. നമുക്ക് വിജയിക്കാം. നിരവധി ആളുകൾ വിജയിപ്പിക്കാൻ കഴിയും. നജാഫ് സാറിന്റെ കൂടെ എത്ര ആൾക്കാർ, എന്റെ ലീഡറാ നജാഫ് സാർ അല്ലെ. ഞാൻ 100 ചില്ലാൻ ആളുകളെ ബിസിനസ്സിന് ഡയറക്റ്റ് കൊണ്ടുവന്നു. ഇദ്ദേഹത്തിനാണ് കൊണ്ടുവന്നു. ഞങ്ങളെ ഓരോരുത്തരും മനസ്സിലാക്കി. നമുക്ക് ഈ കുടുംബത്തൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ? നമുക്കൊരു മാസത്തിൽ 10,000 20,000 അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞോണം എന്നില്ല. പക്ഷെ ഈ അവസരം ആർക്കും കൊടുക്കാൻ കഴിയും. ഈ അവസരം കൊടുത്താൽ
എല്ലാരും നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. എല്ലാവരും പണം സമ്പാദിക്കട്ടെ. ഇന്ന് പണമാണ് എല്ലാത്തിന്റെയും അളവ് കോലുകൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അപെക്സിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. നല്ലൊരു സിഒയും നല്ലൊരു കമ്പനിയും. ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് എപ്പോഴും, എവിടുന്ന മാഷ് എത്ര പ്രോഫിറ്റ് കൊടുക്കാൻ കഴിയുക, എത്ര കൊടുക്കാൻ കഴിയുക, എത്ര കൊടുക്കാൻ കഴിയുക? കഴിയും. ഇത് ക്രിപ്റ്റോ ആണ്. ഗോൾഡിൽ ട്രേഡിങ്, ക്രിപ്റ്റോയിൽ ട്രേഡിങ്, അതുപോലെ തന്നെ ഫോറസ്റ്റില്. നിങ്ങൾക്ക് ഫോറസ്റ്റിനൊക്കെ പറ്റി ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. ട്രില്യനേഴ്സ് ആണ് അവിടെ ഉള്ളത്. അത്രയും വരുമാനം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ അതിലൂടെയൊക്കെ അതിവിദഗ്ധരായ എക്സ്പീരിയൻസ് 6-7 കൊല്ലൊക്കെ ഈ ട്രേഡിങ്ങിൽ എക്സ്പീരിയൻസ് ഇല്ല ഒരു വിങ്ങാണ് ഇതിന്റെ പിറകിലുള്ളത്. പിന്നെ നമ്മളെ കസ്റ്റമർ കെയർ നമുക്കറിയാം അല്ലെ, നമ്മളെപ്പോഴും പറയുന്ന നമ്മൾ അൻവർ സാറ് എപ്പോഴും എന്ത് ചോദിച്ചാലും ഉടനെ മറുപടിയാ. പിന്നെ ഇപ്പൊ ഈ സമയത്ത് പ്രത്യേക ഒരു കാര്യം പറയും. ഇന്ന് കുറെ ആളുകളെ എനിക്ക് മെസ്സേജ് ഇട്ടു, വോയിസ് ഇട്ടു. എന്താ കാര്യം അറിയോ? അവരെന്നോട് പറഞ്ഞു, മാഷെ നമ്മള് ട്വിറ്റർ ഫോളോ ചെയ്തു, നമ്മള് പിന്നെ ടെലിഗ്രാം ഫോളോ ചെയ്തു, നമുക്ക് 3 അപെക്സ് കോയിൻ ഫ്രീ ആയി കിട്ടുന്ന മാഷ് പറഞ്ഞില്ലായിരുന്നോ? ലീഡർക്ക് ഒരു കോയിനും കിട്ടും പറഞ്ഞില്ലായിരുന്നോ? മാഷെ അതിപ്പോഴും വന്നില്ല, കിട്ടിയില്ല എന്ന് കുറെ ആളുകൾ എന്നോട് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു, മാഷെ ഞാൻ ഒരാഴ്ചയായി ട്വിറ്റർ ഫോളോ ചെയ്തിട്ട് ടെലിഗ്രാം ഫോളോ ചെയ്ത് വന്നില്ല, കിട്ടിയില്ല. അപ്പൊ ഞാൻ കമ്പനിയോട് അതിന്റെ വിശദീകരണം ചോദിച്ചു. അപ്പൊ വിശദീകരണം ചോദിച്ചപ്പോ കമ്പനി പറഞ്ഞത്, ആദ്യം ഫോളോ ചെയ്തവർക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി കിട്ടാനുള്ളവർക്ക് ഈ നാളെ മറ്റന്നാള് 2 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടീമിൽ ആ വിവരം അറിയിക്കുക. ട്വിറ്ററും ടെലിഗ്രാമും ഫോളോ ചെയ്തവർക്ക് കിട്ടേണ്ട 3 അപെക്സ് ടോക്കൺ നിങ്ങൾക്ക് 2-3 ദിവസത്തിനുള്ളിൽ കിട്ടും. അതെ, ആ കാര്യം എന്നോട് അൻവർ സാറിന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എന്ത് കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങൾ ഈ ബിസിനസ് എല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരും വിജയിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് നല്ല സമ്പന്നതയിലേക്ക് രാജ്യം എത്തട്ടെ അല്ലെ. നമുക്ക് അറിയാം, രാജ്യത്തിലെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ ആ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന പ്രോബ്ലത്തിന് ഒരു പരിഹാരമായിട്ടാണ് ഇവിടെ ക്രിപ്റ്റോ വന്നിരിക്കുന്നത്. അധികം നാൾ വഴുകാതെ, അല്ലെങ്കിൽ വർഷങ്ങൾ അധികം വഴുകാതെ രാജ്യത്തിൽ നിന്നും നമ്മുടെ പേപ്പർ കറൻസികളൊക്കെ മാറാൻ പോവുകയാണ്. നമ്മളെ പോക്കറ്റിൽ ഇപ്പോൾ ഇന്ത്യൻ രൂപ ഉണ്ടെങ്കിൽ അധികം താമസം വിനാ ഇതൊക്കെ ഇവിടുന്ന് പോയിട്ട് ക്രിപ്റ്റോ ലോകത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ബിസിനസ്സിൽ എപ്പോഴും ഇൻവോൾവ്ഡ് ആവുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ഉള്ള ടൈം മാത്രം ഇത് ചെയ്താൽ പോരാ, നിങ്ങൾ ഫുൾ ടൈം ഇതിലുണ്ടാവും. പി രാമകൃഷ്ണൻ സാറ് കണ്ട, നിങ്ങൾ എവിടെ ഇരിക്കുന്നുണ്ടോ? ഇദ്ദേഹത്തെ കാസർഗോഡ്, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അറിയില്ല, ഒന്നുമില്ല. ഇദ്ദേഹത്തെ എന്റെ കൂടെ നമ്മൾ യൂട്യൂബ് കണ്ട്, നമ്മൾ ജിആറിന്റെ മീറ്റിംഗ് കണ്ട് എന്റെ കൂടെ ജോയിൻ ചെയ്തതാ. ഇദ്ദേഹം നല്ല സംഘം ചെയ്തു, ഇദ്ദേഹത്തിന്റെ മക്കളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളുകൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കണ്ണൂരിൽ നിന്ന് അങ്ങ് കോട്ടക്കൽ നിന്നൊക്കെ നിരവധി ആളുകൾ കണ്ടിരിക്കും പോസ്റ്റ്. നമ്മൾ GRD ഗ്രൂപ്പിലും ഒക്കെ കണ്ടിരിക്കും. ഞാൻ നല്ലൊരു ബിസിനസ് ഇന്നും എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾ ഉൾക്കൊള്ളി, നിങ്ങൾക്ക് വിജയിക്കുന്നില്ല നിങ്ങൾ ഉൾക്കൊള്ളി, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. എല്ലാവർക്കും വിജയങ്ങൾ നേടാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ലീഡർ നജാബ് സാറിന്റെയും മറ്റു ലീഡേഴ്സിന്റെ ഒക്കെ അനുമതിയോടുകൂടി. അതിൽ പ്രത്യേകം ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ് വിനോദ് സാറ്. നമ്മുടെ കമ്പനിയുടെ ഡയറക്ട് ബോർഡ് അംഗമാണ് വിനോദ് സാറ്. കോഴിക്കോട് പയ്യോളില്ല, എക്സ് മിലിറ്ററിയാണ്. അദ്ദേഹത്തിനൊക്കെ ഒരു ജാടയില്ല, ഒരു ജാടയില്ലാത്ത, എപ്പോ ഫോൺ വിളിച്ചാലും എടുക്കുന്നൊരു കക്ഷിയാണ് നമ്മൾ വിനോദ് സാറ് പയ്യോളി. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ച ബൈജു സാറ് ട്രിവാൻഡ്രം, അദ്ദേഹം ഒക്കെ എത്ര നല്ല മനുഷ്യനെ അറിയോ. നമ്മൾ പറയാറുണ്ട് വായിൽ വിരലിട്ടാ കടിക്കൂല അല്ലേ, അതൊക്കെ ആ വാക്കുകളൊക്കെ ചേരുന്ന വ്യക്തികളാണ് ഈ വിനോദ് സാറും ട്രിവാൻഡ്രത്തിലെ ബൈജു സാറൊക്കെ. എന്ത് സംശയങ്ങൾ ചോദിച്ചാലും എന്ത് നമ്മൾ പറഞ്ഞാലും അതിന് നമുക്ക് അപ്പോൾ റിപ്ലൈ തരുന്ന വ്യക്തിത്വമാണ്. അവരൊക്കെ പിന്നിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് നല്ല നല്ല ലീഡേഴ്സാണ് ഇതിൽ നമ്മളെ കൂടെ ഉള്ളത്. നമുക്കൊക്കെ വിജയിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു വിവരം, ഒരു വിദ്യാഭ്യാസവും വേണ്ടാന്ന്, അപെക്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അറിവും വേണ്ട.
അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ബൈജു സാറ് പറഞ്ഞതുപോലെ കമ്പനി പറയാത്ത ഒരു കാര്യം നമ്മൾ പറയണ്ട, നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും അപെക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ഇനി നാളെ നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് എന്താ ഡിസിപ്ലിൻ എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നാളെ നമ്മൾ സംസാരിക്കും. എന്താണ് വാല്യൂ ക്രിയേഷൻ, എന്താണ് ഡിസിപ്ലിൻ എന്താണ്, അതുപോലെ അപെക്സിൽ എങ്ങനെ നമുക്ക് വരുമാനം നേടും, അവിടെ നമ്മൾ എന്ത് ഐഡിയാസുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, നമ്മുടെ ടീമിനെ രക്ഷപ്പെടുത്താൻ എന്ത് ഐഡിയ നമ്മൾ ഉപയോഗിക്കേണ്ടതൊക്കെ നമ്മൾ നാളെ മറ്റൊരു ടോപ്പിക്കുമായി വരും. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് എല്ലാ ലീഡേഴ്സും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും 1000 അഗൈതവമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലീഡർമാരുടെ അനുമതിയോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.